بسم الله الرحمن الرحيم الحمد لله وحده الصلاة والسلام على من لا نبي بعده أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന, അവൻ തെരഞ്ഞെടുക്കുന്ന അടിമകൾക്ക് അവന്റെ നിഅമത്തായിക്കൊണ്ട്, അവന്റെ ഫദ്ലായിക്കൊണ്ട് നൽകുന്ന കാര്യമാണ് ഹിദായത്ത് എന്നുള്ളത്, അഥവാ ഈമാൻ എന്നുള്ളത്. അത് ലഭിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഒരുപക്ഷെ അവന്റെ തീരുമാനം കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ ഉദ്ദേശം കൊണ്ടോ ആവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകാൻ ഉദ്ദേശിച്ചു എന്നുള്ളത് മാത്രമാണ് അതിന്റെ പിന്നിലുള്ള കാരണം. അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് അല്ലാഹു തആല നമ്മെ അറിയിച്ചിട്ടില്ല. ഇവിടെ നാം ഓരോരുത്തരുടെയും ദുനിയാവിന്റെയും പരലോകത്തിന്റെയും വിജയം എന്നുള്ളത് നമ്മുടെ ഈമാനിലാണ്, അഥവാ വിശ്വാസത്തിലാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരാൾ മുസ്ലിം ആകുന്നത്, ഇതെല്ലാം അയാളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈമാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈമാൻ അതെന്താണ്, അത് എങ്ങനെയാണ്, അത് എന്തെല്ലാമാണ് അതിന്റെ കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് നല്ല ബോധ്യം വേണം. അതുകൊണ്ട് തന്നെ, കാരണം ദീനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഈമാനാണ്. ഏതൊരു കെട്ടിടത്തിന്റെയും അതിന്റെ അടിസ്ഥാനത്തിന്റെ ശക്തിയും ബലവും അനുസരിച്ചാണ് അതിന്റെ മുകളിലേക്കുള്ള, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നതിന്റെയും അതിന്റെ ശക്തിയും എല്ലാം നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഫമൻ അസ്സസ ബുന്യാനഹു അലാ തഖ്വാ മിനല്ലാഹി വറിദ്വാൻ ഖൈറുൻ അമ്മൻ അസ്സസ ബുന്യാനഹു അലാ ശഫാ ജുർഫിൻ ഹാരിൻ ഫൻഹാറ ബിഹി ഫി നാരി ജഹന്നം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അഫമൻ അസ്സസ ബുന്യാനഹു അലാ തഖ്വാ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തഖ്വ കൊണ്ടും അവന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടും ഒരാൾ ഒരു കെട്ടിടത്തിന്റെ അടിസ്ഥാനം ഒരുക്കുന്നു. ഖൈറുൻ അമ്മൻ അസ്സസ ബുന്യാനഹു അലാ ശഫാ ജുർഫിൻ ഹാരിൻ ഫൻഹാർ, എന്നാൽ മറ്റൊരുത്തൻ ഒരു മണൽത്തിട്ടയിൽ, പൊളിഞ്ഞു വീഴാനാകുന്ന മണൽത്തിട്ടയിൽ ഒരു കെട്ടിടം പണിയുന്നു. ആ കെട്ടിടത്തിന്റെ അവസ്ഥ എന്താവും? ഫൻഹാറ ബിഹി ഫി നാരി ജഹന്നമ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അത് പൊളിഞ്ഞു വീഴുന്നത് എങ്ങോട്ടാണ്? നരകത്തിലേക്കാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു മുഅ്മിനിന്റെയും അതുപോലെ തന്നെ ഈമാനില്ലാത്ത മുനാഫിക്കുകളുടെയും കാഫിറുകളുടെയും അവസ്ഥയാണ്. മുഅ്മിൻ അവന്റെ ജീവിതം, അവന്റെ ദീൻ, വിശ്വാസം കെട്ടിപ്പടിക്കുന്നത് ഉറച്ച അടിസ്ഥാനത്തിന്റെ മേലെയായിരിക്കും. എന്നാൽ മറ്റുള്ളവർ ഒരു പൊളിഞ്ഞു വീഴുന്ന മണൽത്തിട്ട പോലെ, അത് പൊളിഞ്ഞു വീഴാൻ പോകുന്നത് പോലെ, ആ ഒരു അവസ്ഥ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ചതാണ്, ലൻ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനൂ, നിങ്ങളിൽ ഒരാളും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ മുഅ്മിനീങ്ങളാകാതെ. മുഅ്മിനീങ്ങൾ മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവുകയുള്ളൂ. മുഅ്മിനീങ്ങൾ അല്ലാത്തവർക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല തന്നെ. അപ്പോൾ നമ്മുടെ ഈമാനിന്റെ അടിസ്ഥാനം എത്രത്തോളം ശക്തമാണ് എന്നും അത് എത്രത്തോളം ഉറച്ചിട്ടുണ്ട് എന്നുള്ളതും നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹു തആല ഔദാര്യമായി, അവന്റെ ഒരു അനുഗ്രഹമായി നമുക്ക് തന്ന ഈ കാര്യം. ഒരിക്കൽ മുനാഫിക്കുകൾ അവർ പറയുമായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുക വഴി, ഇസ്ലാം സ്വീകരിക്കുക വഴി ഞങ്ങൾ വലിയ ഔദാര്യം ചെയ്തിരിക്കുകയാണ് റസൂലിനോട്, ഞങ്ങൾ വലിയ ഔദാര്യം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി, യമുന്നൂന അലൈക അൻ അസ്ലിമൂ ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, അവർ അവരുടെ ഇസ്ലാം കൊണ്ട് നിന്നോട് ഔദാര്യം കാണിച്ചു എന്നുള്ള നിലക്ക് അവർ പറയുന്നു. എന്നാൽ അല്ലാഹു തആല പറയാണ്, നിങ്ങൾ അങ്ങനെയൊന്നും, നിങ്ങൾ ഇസ്ലാം കൊണ്ട്
യാതൊന്നുമില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും മൻ ഹദാകും ലിൽ ഈമാൻ ഇൻ കുൻതും സ്വാദിഖീൻ. അല്ലാഹു ആണ് നിങ്ങൾക്ക് ഈ ഈമാനിലേക്ക്, ഇസ്ലാമിലേക്ക് ഹിദായത്ത് തന്ന ഔദാര്യമായി തന്നിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ വിഷയം ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ്, നമ്മൾ മുമ്പ് ഒരു റിസാല വായിച്ചിരുന്നു, അൽ മസായിലുൽ മുഫീദ ലിൽ ഹയാത്തി സഈദ എന്നുള്ളത്. അന്ന് അദ്ദേഹത്തിന്റെ ചരിത്ര ഒരു ആമുഖം പറഞ്ഞിരുന്നു. ഫഖീഹും മുഫസ്സിറുമായിട്ടുള്ള വളരെ വലിയ പണ്ഡിതൻ, കഴിഞ്ഞ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം രചിച്ച ഒരു ഗ്രന്ഥമാണ് അത്തൗളീഹ് വൽ ബയാൻ ലിശജറത്തിൽ ഈമാൻ. ഷജറത്തുൽ ഈമാൻ, ഈമാനിന്റെ വൃക്ഷം, അതിനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന, അതിനെക്കുറിച്ച് വ്യക്തമാക്കി തരുന്ന, വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം എന്നുള്ളത്. ഈമാനിനെ കുറിച്ച് നാം പറഞ്ഞല്ലോ, ഈമാനിനെ കുറിച്ച് അറിയുക എന്നുള്ളത് നമുക്ക് വളരെ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം അതാണ് അതിന്റെ തഹ്ഖീഖ്, അത് സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ. അതുകൊണ്ട് തന്നെ ഈ ലോക ജീവിതമാവട്ടെ പരലോകമാവട്ടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്കാവണമെങ്കിൽ ഈമാനിനെ കുറിച്ച് വ്യക്തമായ ധാരണയും ഉൾക്കാഴ്ചയും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതിന് വളരെ അധികം ഉപകാരപ്രദമാകുന്ന ഒരു ഗ്രന്ഥമാണിത്. ഷെയ്ഖ് അതിന്റെ മുഖദ്ദിമ, അതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ ഗറസ ശജറത്തുൽ ഈമാൻ ഫീ ഖുലൂബി ഇബാദിഹിൽ അഖ്യാർ. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അഥവാ അടിമകളുടെ ഹൃദയത്തിൽ ഈമാനിന്റെ വൃക്ഷം വളർത്തിയെടുത്ത അള്ളാഹുവിന് സ്തുതി എന്നുള്ളത്. ഈമാനിന്റെ വൃക്ഷം, ഇവിടെ ഈമാനിനെ ഉപമിച്ചത് ഒരു വൃക്ഷത്തിനോട്. എന്നിട്ട് ശൈഖ് പറയുന്നത് വസഖാഹാ വഗദ്ദാഹാ ബിൽ ഉലൂമിൻ നാഫിഅ വൽ മആരിഫിസ് സാദിഖ. അതിനെ വളർത്തിയെടുത്തു, അതിനാവശ്യമായ രീതിയിൽ വെള്ളം ഒഴിച്ച്, അതിനാവശ്യമായ രീതിയിൽ മറ്റു കാര്യങ്ങൾ കൊടുത്ത്, അങ്ങനെ ഓരോന്നും കൊടുത്ത് അതിനെ വളർത്തിയെടുത്ത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കേണ്ട രീതിയിലും അങ്ങനെ ഓരോന്നും രാവും പകലും അതിനെ അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ടോ വജഅലഹാ തുഅതി ഉക്ലഹാ വബറകതിഹാ കുല്ലി ഹൈനിൻ മിനൽ ഖൈറാത്തി വന്നിഅമൽ ഗിസാ. അങ്ങനെ അതിൽ നിന്ന് അതിന്റെ നന്മകൾ, അതിന്റെ നേട്ടങ്ങൾ അത് അടിമകൾക്ക് നൽകുകയും ചെയ്യുന്നു. ഇവിടെ ശൈഖ് ഒരു വൃക്ഷത്തിനോട് ഉപമിച്ചു എന്ന് പറഞ്ഞാൽ ഈമാൻ അതുപോലെയാണ്. ഖൽബിൽ വളരേണ്ട വൃക്ഷം, അതായത് നമ്മൾ ഭൂമിയിൽ ഒരു വിത്ത് പാകിയാൽ ആകാശത്തുനിന്ന് മഴ പെയ്യുകയും അതുപോലെ മറ്റു പല കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ ആ വിത്ത് പൊട്ടിമുളച്ച് അതിൽ നിന്ന് ചെറിയ തയ്യായിക്കൊണ്ട് ആ ചെടി മുളച്ചു വന്ന് അത് വളർന്ന് വലുതായി പടർന്ന് പന്തലിച്ച് ചില്ലകളും ഇലകളുമായിട്ട് വലിയൊരു പടുവൃക്ഷമായിട്ട് അതിന്റെ കായ്ക്കനികൾ നാം ഓരോരുത്തരും എടുക്കുന്നു. അതുപോലെയാണ് ഈമാൻ എന്നുള്ളത്. ഈമാൻ അതിന്റെ തുടക്കമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരും ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുക, അതിന്റെ ആരംഭം. പിന്നീട് അവൻ അതിന് വെള്ളമൊഴിക്കണം. എന്താണ് ഖൽബിൽ ഈമാനിന്റെ വെള്ളം? എന്താണ് അതിനാവശ്യമുള്ള കാര്യം? എന്താണ്? അത് വഹ്യാണ്. എങ്ങനെയാണോ ചെടികൾക്ക് മഴ ലഭിച്ചുകൊണ്ട് വളരുന്നത്, അതുപോലെ ഖൽബിന്റെ ഈമാൻ വളരേണ്ടത് വഹ്യ് കൊണ്ടാണ്, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടുമാണ്. അങ്ങനെ അത് പടർന്ന് പന്തലിച്ച്, അത് തുടക്കത്തിൽ ദുർബലമായിരിക്കും, അതിന് വലിയ ശക്തി ഉണ്ടാവില്ല, ചെറിയൊരു കാറ്റടിച്ചാൽ തന്നെ ആടുന്ന അവസ്ഥ. എന്നാൽ അത് നേടുന്ന ഇൽമനുസരിച്ച് അതിനെ ഇൽമ് നേടി ആ ഈമാൻ ശക്തിപ്പെടും തോറും അത് വളർന്ന് പന്തലിച്ച് പടുവൃക്ഷമായി വളരെ ശക്തമായി നിൽക്കുന്ന ഒരു വൃക്ഷമായി മാറും. അതാണ് ഈമാനിന്റെ ഹഖീഖത്തിലെത്തുക എന്നുള്ളത്. ഷെയ്ഖ് പറയാണ്, ഫഹാദാ കിതാബുൻ യഹ്തവി അലാ മബാഹിസുൽ ഈമാൻ. ഈമാനിനെ കുറിച്ചുള്ള ഒരു പഠനം, ഒരു ഗവേഷണം, ഒരു വ്യക്തമായ ഒരു ധാരണ, അതാണ് ഈ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ കിതാബിൽ ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് ഷെയ്ഖ് പറയാണ്. ഷെയ്ഖ് പറയുന്നു, അല്ലതി ഹിയ അഹമ്മു മബാഹിസുദ്ദീൻ വഅഅലമു ഉസൂലുൽ ഹഖ് വൽ യഖീൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഹഖുൽ യഖീൻ, ഹഖിന്റെയും യഖീനിന്റെയും, ഹഖിന്റെയും ഈ വിശ്വാസത്തിലെ ദൃഢതയുടെയും അസ്ല് എന്ന് പറഞ്ഞാൽ ഈ ഈമാനാണ്. ഈമാൻ
ഉണ്ടാവുക എന്നുള്ളതാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ അത് ഓരോന്നും വ്യത്യസ്തമായിട്ടും ഒരുമിച്ചിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഒരുത്തിന്റെ ഈമാൻ ശക്തിപ്പെടുന്നത്. ശൈഖ് ഇതിന്റെ മുഖദ്ദിമയിൽ പറയുന്നു 3 ഫസ്ലുകളായിട്ടാണ് ഈ കിതാബിനെ തിരിച്ചിട്ടുള്ളത്, 3 ഭാഗങ്ങളായിട്ട്. ഒന്നാമത്തേത് തഫ്സീറും, ഈമാനിന്റെ തഫ്സീർ അല്ലെങ്കിൽ ഈമാനിന്റെ ഹദ്, ഈമാനിനെ കുറിച്ച് എന്താണ് ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അഥവാ നമ്മുടെ വിശ്വാസം എന്നാൽ എന്താണ്, അതിന്റെ ഭാഗങ്ങൾ എന്താണ്, അതിന്റെ ഏത് രീതിയിലാണ് നമുക്ക് ഉണ്ടാവേണ്ടത്, അതിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ വിഭാഗങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരു ഭാഗം. രണ്ടാമത്തേത് ഉസൂലുഹു വ മുഖവ്വിമാതു, അതിന്റെ അടിസ്ഥാനങ്ങൾ, അതുപോലെ അത് നിലനിൽക്കാൻ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ, ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങൾ, ഈമാൻ നിലനിൽക്കാനുള്ള കാര്യങ്ങൾ, ഈമാൻ ദുർബലമാകാതിരിക്കാനുള്ള കാര്യങ്ങൾ, ദുർബലമാകുമ്പോൾ തിരിച്ച് പഴയ നിലയിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ. മൂന്നാമത്തെ ഭാഗം ഫവായിദുഹു വ സമറാതു, ഈ ഈമാൻ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും അതുപോലെയുള്ള അതിന്റെ സമറത്ത്, അതിൽ നിന്ന് ലഭിക്കുന്ന ആ വിഭവങ്ങളും എന്നുള്ളത്. എന്നിട്ട് ശൈഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇബ്രാഹിമിൽ പറഞ്ഞ ഒരായത്ത് ഉദ്ധരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബഹ കശജറത്തിൻ ത്വയ്യിബഹ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون ألم تر كيف ضرب الله مثلا كلمة طيبة. നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലാഹു തആല ഒരു ഉപമ പറയുന്നത്? കലിമത്തൻ ത്വയ്യിബ, ത്വയ്യിബായ കലിമത്തിന്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കശജറത്തിൻ ത്വയ്യിബ, ഒരു ത്വയ്യിബായ വൃക്ഷത്തെ പോലെ, അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ, അതിന്റെ അസ്ല്, ആ വൃക്ഷത്തിന്റെ അസ്ല് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം, നമ്മൾ പറയുന്ന വേരുകൾ, അത് ഉറച്ചു നിൽക്കുന്നതാണ്, അത് ഉറച്ച് ഭൂമിയിലേക്ക് ഉറച്ചു നിൽക്കുന്ന. വഫർഉഹാ, ഫറ എന്ന് പറഞ്ഞാൽ അതിന് മേലെ ചില്ലകൾ, ഏതൊരു കാര്യത്തിന്റെയും അടിസ്ഥാനമുണ്ടാവും, അതിന്റെ ബാക്കിയുള്ള ചില്ലകൾ, ശാഖകൾ ഉണ്ടാവും. ആ ഫർഉഹാ ഫിസ്സമാ, അതിന്റെ ചില്ലകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന, വളരെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥ. തുഅ്തി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ഏത് സമയത്തും അത് അതിന്റെ കായ്കനികൾ തന്നുകൊണ്ടേയിരിക്കുന്നു. വയളിബുല്ലാഹുൽ അംസാല ലിന്നാസ് ലഅല്ലഹും യതദക്കറൂൻ, ആളുകൾ ചിന്തിക്കാൻ വേണ്ടി, ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു തആല ഉപമ പറഞ്ഞിരുന്നു. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് തഫ്സീറുകളിൽ ഒരു ഹദീസ് കൊടുക്കുന്നത് കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സഹാബാക്കൾ ഇരിക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അങ്ങനെ പ്രായമേറിയ അഥവാ സഹാബികളിൽ ഏറ്റവും മുതിർന്ന സഹാബാക്കൾ ഇരിക്കുന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ കുട്ടിയായ മകനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഖ്ബിറൂനി അൻ ഷജറത്തിൻ മസലുഹാ മസലുൽ മുഅ്മിൻ, എനിക്ക് നിങ്ങളൊരു വൃക്ഷത്തെ പറ്റി പറഞ്ഞു തരണം. ആ വൃക്ഷം എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? ഒരു മുഅ്മിനിനെ പോലെയാണ്. ഒരു മുഅ്മിനിന് ഉപമയായിട്ടുള്ള ഒരു വൃക്ഷത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോ ആളുകള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആലോചിക്കാൻ തുടങ്ങി, അവർ സ്വയം ചിന്തിക്കാൻ തുടങ്ങി, അവർ ചിലർ ഓരോ അഭിപ്രായം പറയാൻ തുടങ്ങി, ഓരോ വൃക്ഷത്തിന്റെ പേര് പറയാൻ തുടങ്ങി, അവർക്ക് അറിയുന്ന ഓരോ വൃക്ഷങ്ങൾ. അവസാനം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വഉൽഖിയ ഫീ നഫ്സി, എനിക്ക് എന്റെ ഉള്ളിൽ തോന്നിയിരുന്നു അന്നഹ നഖല, അത് ഈന്തപ്പനമരമാണ് എന്ന് എന്റെ ഉള്ളിൽ എനിക്ക് തോന്നിയിരുന്നു. എന്നിട്ട് പറയാണ്, فجعلت أريد أن أقولها فإذا أسنان القوم فأهاب أن تكلم فلما سكتوا فأهاب أن تكلم. അതായത് എനിക്ക് പറയണമെന്ന് ഇങ്ങനെ തോന്നിയപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചു, എന്റെ ചുറ്റുമിരിക്കുന്നത് എന്നേക്കാൾ പ്രായമുള്ള, എന്റെ ഉപ്പാന്റെ പ്രായമുള്ള വളരെ പ്രായം ചെന്ന സ്വഹാബാക്കളൊക്കെ ഇരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഞാനിത് വിളിച്ചു പറയുന്നത് അതൊരു മോശമാണെന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ഭയം വന്നു, അതുകൊണ്ട് ഞാൻ ഉണ്ടാതിരുന്നു. അങ്ങനെ ഫലമ്മാ സക്കതു, അങ്ങനെ എല്ലാവരും നിശബ്ദമായപ്പോ, ഓരോ മരങ്ങൾ പറഞ്ഞു, അതൊന്നും ശരിയല്ലാതെ ആയപ്പോ എല്ലാവരും നിശബ്ദമായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ നഖല, അത് ഈന്തപ്പന മരമാണ് എന്ന് പറഞ്ഞു. ഇവിടെ ഒരു മുഅ്മിനിനോട് അല്ലാഹു തആല ഉപമിച്ച മരം എന്നുള്ളത് ഈന്തപ്പന മരമാണ്. അതിന്റെ ഗുണങ്ങൾ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ.
ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തശ്ബീഹ് നടത്തിയപ്പോൾ അഥവാ ഒരു മുഅ്മിനിനെ ഒരു വൃക്ഷത്തിനോട് സാമ്യപ്പെടുത്തി പറഞ്ഞപ്പോ ഇതിന്റെ വജ്ഹ് ശബ്ഹ്, അതായത് രണ്ടും തമ്മിലുള്ള താരതമ്യം 4 കാണാം. ഒന്നാമത്തേത് ത്വയ്യിബാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ തെളിവിൽ എന്ത് മനസ്സിലായി? ഏറ്റവും ത്വയ്യിബായ വൃക്ഷം എന്നുള്ളത് ഈന്തപ്പനമരമാണ്. കാരണം അല്ലാഹു തആല അറിയിച്ചതാണ് ത്വയ്യിബാണ്. അതുപോലെ തന്നെ ഒരു അസ്ലുഹാ സാബിത് വ ഫർഉഹാ ഫിസ്സമാ, അതിന്റെ അടിഭാഗം ഉറച്ചതും മറ്റ് ചില്ലകൾ ആകാശത്തേക്ക് നിൽക്കുന്നതുമാണ് എന്നുള്ളത്. അതുപോലെ വതുഅതി ഉഖ്ലഹാ കുല്ല ഹീൻ, ഓരോ കാലഘട്ടത്തിലും അള്ളാന്റെ അനുമതി പ്രകാരം അതിൽ നിന്ന് വിഭവങ്ങൾ ലഭിക്കുന്നു. ഈ 4 കാര്യങ്ങളെ കൊണ്ടാണ് ഒരു മുഅ്മിനെ ബന്ധിപ്പിച്ചത്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ത്വയ്യിബായിരിക്കും. അതുപോലെ അവന്റെ വിശ്വാസം ഹൃദയത്തിൽ ശക്തമായതും അതിന്റെ ചില്ലകൾ അവന്റെ ബാഹ്യമായ അഅ്മാലുകളിൽ കാണുകയും ചെയ്യും. അടിസ്ഥാനം ഹൃദയത്തിൽ ശക്തമായിരിക്കും, അത് പുറത്തേക്ക് അതിന്റെ ചില്ലകൾ അവന്റെ അഅ്മാലുകളിൽ കാണും. അതുപോലെ തന്നെ അതിന്റെ സമറത്ത്, അതിന്റെ വിഭവങ്ങൾ ഓരോ കാലഘട്ടത്തിലും അവന്റെ വിഭവങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ അതിൽ നിന്നുള്ള വിഭവങ്ങൾ ലഭിക്കും. എന്നിട്ട് ശൈഖ് അവസാനം പറയാണ്, ഫഅലൽ عبد الموفق أن يسعى لمعرفتها ومعرفة أوصافها وأسبابها وأصولها وفروعها. ഒരു അടിമ, അല്ലാഹു തആല തൗഫീഖ് നൽകുന്ന ഒരു അടിമ ആ ഈമാനിനെ കുറിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ. അതുപോലെ അതിന്റെ സിഫത്തുകൾ, ഒരു മുഅ്മിന്റെ സിഫത്തുകൾ, അത് നേടാനുള്ള കാരണങ്ങൾ, അതിന്റെ അടിസ്ഥാനങ്ങൾ, അതിന്റെ ശാഖകൾ, അതുപോലെ വയജ്തഹിദു ഫീ തഹഖഖ ബിഹാ ഇൽമാ വഅമലൻ ഫഇൻ നസീബഹു മിനൽ ഖൈർ വൽ ഫലാഹ്. ആ ഈമാൻ തഹ്ഖീഖ് ചെയ്യാൻ അവന്റെ അറിവ് കൊണ്ടും അവന്റെ കർമ്മം കൊണ്ടും അവൻ കഠിനമായി അതിനുവേണ്ടി പരിശ്രമിക്കട്ടെ എന്നുള്ളത്. അങ്ങനെ പരിശ്രമിച്ചാൽ എന്താണ്? വസ്സആദത്തുൽ ആജില വൽ ആജില, ദുനിയാവിലെയും നാളെ പരലോകത്തിലെയും ഏറ്റവും നല്ല സൗഭാഗ്യം അവന് ലഭിക്കും. ബിഹസ്ബി നസീബിഹി മിൻ ഹാദിഹി ശജറ, ഈ വൃക്ഷം അവന്റെ കൽബിൽ വളർത്തിയെടുക്കുന്ന ഈമാനിന്റെ വൃക്ഷത്തിന്റെ ശക്തി അനുസരിച്ച്, അതിന്റെ അളവനുസരിച്ചിട്ട് ഈ സൗഭാഗ്യം മാറിക്കൊണ്ടിരിക്കും. സഹോദരങ്ങളെ, ആളുകൾ പരസ്പരം വ്യത്യാസപ്പെടുന്നുണ്ട്, അവരുടെ തഫാവുത്തുണ്ടാകുന്നുണ്ട് ഈമാനിന്റെ ശക്തി അനുസരിച്ച്. ഓരോ വ്യക്തിക്കും അവന്റെ ഈമാനിന്റെ ശക്തി വ്യത്യസ്തമായിരിക്കും. അത് ഓരോരുത്തരുടെ ഇൽമിന്റെയും അമലിന്റെയും അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ നാം ഗൗരവത്തിൽ ഈ ഈമാനിനെ കുറിച്ചുള്ള പഠനം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഈമാനിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇതിൽ ഒന്നാമത്തെ ഫസ്ലിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അൽ ഫസ്ലുൽ അവ്വൽ ഫി ഹദ്ദിൽ ഈമാനി വ തഫ്സീരിഹി. ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഫി ഹദ്ദിൽ ഈമാൻ വ തഫ്സീരി, ഈമാനിനെ മനസ്സിലാക്കുന്നിടത്ത് ഈമാനിന്റെ വിശദീകരണം, ഈമാൻ എന്താണെന്ന് മനസ്സിലാക്കൽ, അതാണ് ഒന്നാമത്തെ ഭാഗം. അതിൽ ശൈഖ് പറഞ്ഞു തുടങ്ങുന്നു, ഹുദൂദുൽ അശ്യാഇ വ തഫ്സീരിഹ അല്ലദി യുവദ്ദിഹുഹാ തതഖദ്ദമു അഹ്കാമഹാ ഫഇന്നൽ ഹുക്മ അലൽ അശ്യാഇ ഫർഉൻ അൻ തസവ്വുരിഹാ. ശൈഖ് അഹ്ലുൽ ഇൽമിന്റെ ഇടയിൽ പ്രശസ്തമായിട്ടുള്ള ഒരു ഖായിദ അത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതായത് ഹുദൂദുൽ അശ്യാഇ വ തഫ്സീരിഹാ അല്ലദി യുവദ്ദിഹുഹാ, ഒരു കാര്യത്തെ, ഏത് കാര്യമാവട്ടെ, അതിന്റെ തഫ്സീർ, അതിന്റെ വിശദീകരണം, അതെന്താണെന്ന് മനസ്സിലാക്കൽ, തതഖദ്ദമു അഹ്കാമഹ, അതിന്റെ വിധിയെ മുൻകടക്കുന്നതാണ്. അതായത് ഏതൊരു കാര്യം, ഒരു ഹുക്മ് നമ്മൾ പറയേണ്ട ഒരു വിഷയമാണ്. എന്നാൽ ആ കാര്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അത് എന്താണെന്ന് ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് എങ്ങനെയാണ് അതിലൊരു ഹുക്മ് പറയേണ്ടതെന്ന് ബോധ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് ശൈഖ് പറഞ്ഞ ഖായിദ പറയാണ്, ഫഇന്നൽ ഹുക്മ അലൽ അശ്യാ ഫർഉൻ അൻ തസവ്വുരിഹാ, ഒരു വിഷയത്തിലുള്ള ഒരു ഹുക്മ്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഹുക്മ് പറയുക എന്നുള്ളത് അതിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. ഒരു വിഷയത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന്റെ ഒരു ഭാഗമാണ് അതിലൊരു ഹുക്മ് പറയുക എന്നുള്ളത്. എന്നിട്ട് പറയുകയാണ്, ഫമൻ ഹകമ അലാ അംരിൻ മിനൽ ഉമൂർ ഖബ്ല അൻ യുഹീത ഇൽമഹു ബിതഫ്സീരിഹി വയതസവ്വറു തസവ്വുറൻ യുമയ്യിസഹു അൻ ഗൈരിഹി അഖ്തഅ ഖത്അൻ ഫാഹിഷ. ഒരാൾ ഒരു ഹുക്മ് പറയുകയാണ്, ആ വിഷയം എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ
അത് ബോധ്യപ്പെടാതെ ഒരാൾ ആ വിഷയത്തിൽ ഒരു ഹുക്മ പറഞ്ഞാൽ അവന് ഏറ്റവും മ്ലേച്ഛമായ അതിനെ മറ്റതിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്താതിരുന്നാൽ അവന് വലിയ അബദ്ധമാണ് അതിൽ സംഭവിക്കുക. അതായത് നാം പറഞ്ഞു വന്നത്, ഏതൊരു കാര്യത്തെയും അതിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ അതിനെക്കുറിച്ചൊരു വിധി പറയാൻ, അതിനെക്കുറിച്ചൊരു ഒരു ബോധ്യപ്പെടൽ ഉണ്ടാവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈമാൻ ആദ്യത്തെ ഭാഗത്ത് നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈമാൻ, എന്താണ് അതിന്റെ വിശദീകരണം, എന്താണ് അതിന് മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വഫ്ദ്, അദ്ദേഹത്തിന്റെ സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അമറഹും ബിൽ ഈമാൻ ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കൊണ്ട് അവരോട് കൽപ്പിച്ചു, അവർക്ക് ഈമാൻ ഉണ്ടാവണമെന്ന് കൽപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു അവരോട്, അതദറൂന മൽ ഈമാൻ ബില്ലാഹ്, നിങ്ങൾക്ക് അറിയോ എന്താണ് ഈമാൻ എന്ന് നിങ്ങൾക്ക് അറിയോ, എന്താണ് ഈമാൻ എന്ന് അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഖാലു അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹ്ക്കും അവന്റെ റസൂലിനാണ് അറിയുക, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക. അപ്പൊ ഈമാൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് എവിടുന്ന് പഠിക്കാൻ പറ്റുള്ളൂ? ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും. അഥവാ മാ ഖാല അല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ്, അള്ളാഹുവും റസൂലും എന്താണോ പറഞ്ഞത് അതിൽ നിന്ന് മാത്രമേ നമുക്ക് ഈമാൻ എന്ന് പറയാൻ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ അവര് പറഞ്ഞത് അല്ലാഹു റസൂലു അലം, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് അതിനെക്കുറിച്ച് അറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا وإنك لتهدي إلى صراط مستقيم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്, വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ, നമ്മുടെ കൽപ്പന പ്രകാരം റൂഹിനെ ഉദ്ദേശിക്കുന്ന ഖുർആനിനെ നാം നിങ്ങൾക്ക് വഹ്യായി നൽകി. മാ കുൻത തദ്രീ മൽ കിതാബ് വലൽ ഈമാൻ, നിനക്കറിയുമായിരുന്നില്ല എന്താണ് കിതാബ് എന്ന്, എന്താണ് ഈമാൻ എന്ന് നിനക്കറിയുമായിരുന്നില്ല. വലാകിൻ ജഅൽനാഹു നൂറ, എന്നാൽ നാം അതിനെ ഖുർആനിനെ ഒരു പ്രകാശമാക്കി. നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, നാം അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നവർക്ക് വഴി കാണിക്കുന്നു. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കും. അഥവാ നമുക്ക് ഈമാൻ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ, ഈമാൻ എന്താണെന്ന് അറിയണമെങ്കിൽ അത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് ആദ്യം ഈമാൻ എന്താണെന്ന് പഠിക്കണം. ഷെയ്ഖ് തുടങ്ങിയാണ്, അമ്മാ ഹദ്ദുൽ ഈമാൻ വ തഫ്സീർ, ഈമാനിന്റെ തഫ്സീർ അഥവാ അതിനെക്കുറിച്ചുള്ള വിശദീകരണം എന്താണെന്ന് പറയാണ്. ഫഹുവ അത്തസ്ദീഖുൽ ജാസിം വൽഇഅ്തിറാഫു അത്താം ബിജമീഇ മാ അമറ അല്ലാഹു വറസൂലുഹു ബിൽ ഈമാൻ വലിൻഖിയാദു ളാഹിറൻ വബാതിനാ. ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖുൽ ജാസിം, ദൃഢമായ സത്യപ്പെടുത്തൽ, ഖൽബിൽ ഉറച്ച സത്യപ്പെടുത്തൽ. വലിഇഅ്തിറാഫു അത്താം ബിജമീഇ, പൂർണ്ണമായ ഒരു അംഗീകരിക്കൽ. വലിഇഅ്തിറാഫു അത്താം, പൂർണ്ണമായി അംഗീകരിക്കുക, അതിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. ബിജമീഇ മാ അമറ അല്ലാഹു വറസൂലുഹു ബിൽ ഈമാൻ, എന്തൊക്കെ കാര്യങ്ങളാണോ അള്ളാഹുവും റസൂലും ഈമാൻ കൊണ്ട് കൽപ്പിച്ചിട്ടുള്ളത് അതിനെ പൂർണ്ണമായി അംഗീകരിക്കുക. വലിൻഖിയാദ് ളാഹിറൻ വബാതിനാ, ബാഹിറായിക്കൊണ്ടും ബാത്തിനായിക്കൊണ്ടും അഥവാ ബാഹ്യമായിക്കൊണ്ടും ആന്തരികമായിക്കൊണ്ടും അതിന് കീഴൊതുങ്ങുക എന്നുള്ളത്. അതാണ് ഈമാൻ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ്, ഫഹുവ തസ്ദീഖുൽ ഖൽബി വഇഅ്തിഖാദു വൽ മുതളമ്മിൻ ലിഅഅമാലിൽ ഖുലൂബി വഅഅമാലിൽ ബദൻ. തസ്ദീഖുൽ ഖൽബി വഇഅ്തിഖാദ്, ഒന്നാമതായിട്ട് ഈമാനിന് വേണ്ടത് ഖൽബിൽ സത്യപ്പെടുത്തി അതിൽ ഉറപ്പിക്കുന്ന വിഷയമാണ്. ഈമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ഖൽബിൽ സത്യപ്പെടുത്തുകയും അത് ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അൽ മുതളമ്മിൻ ലിഅഅമാലിൽ ഖുലൂബി വഅഅമാലിൽ ബദൻ, അത് എന്തുമായി ബന്ധപ്പെടും? ഖൽബുമായിട്ടുള്ള ഖൽബിന്റെ അമാലുകൾ അഥവാ തവക്കുല്, റജാ, ഖൗഫ്, ഹുബ്ബ്, അതുപോലെയുള്ള ഖൽബിന്റെ പ്രവർത്തനങ്ങൾ.
അതുപോലെ തന്നെ അമാലുൽ ബദൻ, അവയവങ്ങൾ കൊണ്ട് നാം ഓരോരുത്തരും ചെയ്യുന്ന നമസ്കാരം, അതുപോലെ തന്നെ ഹജ്ജ്, അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ, അതുപോലെയുള്ള നോമ്പ്, അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം യോജിച്ചു വരുന്നതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് പറയാണ് വദാലിക ശാമിലുൻ ലിൽ ഖിയാബി ബിദ്ദീനി കുല്ലി, അത് ദീനിനെ മൊത്തമായി ഉൾക്കൊള്ളുന്ന കാര്യമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ മൊത്തമായി ഉൾക്കൊള്ളുന്നത് ഈ ഈമാൻ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടുമെന്നുള്ളത്. അതായത് ഈമാൻ എന്ന് പറഞ്ഞാൽ അഖീദ, വിശ്വാസവുമാണ്, ശർഅ്, ശരീഅത്തുമാണ്. നമുക്കറിയാം പ്രശസ്തമായ ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൽ ഇസ്ലാം എന്ന് ചോദിച്ചു. എന്താണ് ഇസ്ലാം? അഖ്ബർനി അനിൽ ഇസ്ലാം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഷഹാദത്താണ്, നമസ്കാരമാണ്, പിന്നെ നോമ്പ്, സക്കാത്താണ്, നോമ്പാണ്, ഹജ്ജാണ്, ആ ബാഹ്യമായി ചെയ്യുന്ന അമാലുകൾ പറഞ്ഞു കൊടുത്തു. പിന്നെ അഖ്ബർനി അനിൽ ഈമാൻ, ഈമാൻ എന്തെന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എന്ത് പഠിപ്പിച്ചു കൊടുത്തു? വിശ്വാസപരമായിട്ടുള്ള അള്ളാഹുവിലും മലായിക്കത്തുകളിലും കുത്തുബുകളിലും റസൂലുകളിലും യൗമുൽ ആഖിറ, അതുപോലെ തന്നെ അള്ളാഹിന്റെ ഖദറിൽ, അങ്ങനെ ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ വന്നത് ആരാണെന്ന് അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ അറിയില്ല എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് ഫഇന്നഹു ജിബ്രീൽ അതാകും യുഅല്ലിമുകും ദീനകും, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, വന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിച്ചു തരാനാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിച്ചു തരാൻ. അതുകൊണ്ട് തന്നെ ബാഹ്യമായതും ആന്തരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വിശ്വാസവും കർമ്മങ്ങളും ഈമാനിനകത്ത് ഉൾപ്പെട്ടു. ആ ഈമാനിനകത്ത് ഉൾപ്പെടുമ്പോൾ ആ ദീനിന്റെ എല്ലാ മേഖലയും ഈമാൻ ഉൾക്കൊള്ളുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നിട്ട് ശൈഖ് പറയാണ് വലിഹാദാ കാന അൽഅഇമ്മത്തു വസ്സലഫ് യഖൂലൂൻ അൽ ഈമാനു ഖൗലുൽ ഖൽബി വൽ ലിസാനി വഅമലുൽ ഖൽബി വൽ ലിസാൻ വൽ ജവാരിഹ്. സലഫുകൾ അതുപോലെ ഇമ്മത്തുകൾ ഈ ഈമാനിനെ തഅരീഫ് അറിയുമ്പോൾ അവർ പറയുമായിരുന്നു അൽ ഈമാൻ. ഇത് നമ്മൾ മനസ്സിലാക്കണം, എന്താണ് ഈമാൻ എന്ന് മനസ്സിലാക്കണം. അൽ ഈമാൻ ഖൗലുൽ ഖൽബി വൽ ലിസാൻ, ഹൃദയത്തിന്റെയും നാവിന്റെയും ഖൗല്, വാക്കാണ്, അഥവാ നമ്മൾ വാക്കുകൊണ്ട് പറയണം. വഅമലുൽ ഖൽബി വൽ ലിസാൻ, നാവുകൊണ്ടും കൽബുകൊണ്ടുമുള്ള കർമ്മങ്ങളാണ്. വൽ ജവാരിഹ്, അഥവാ ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉറപ്പിക്കണം, നാവുകൊണ്ട് പറയണം, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം, അപ്പോഴാണ് ഈമാൻ പൂർണ്ണമാകുന്നത്. ശൈഖ് പറഞ്ഞു വഹുവ ഖൗലുൻ വഅമലുൻ വഇഅ്തിഖാദുൻ, അത് സംസാരമാണ്, അത് പ്രവർത്തനമാണ്, അത് വിശ്വാസമാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഈമാൻ ഉൾക്കൊള്ളുന്നു. യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയ, അല്ലാഹുവിനുള്ള അനുസരണം കൊണ്ട് അത് വർദ്ധിക്കും, അല്ലാഹുവിനുള്ള ധിക്കാരം കൊണ്ട് അത് കുറയുകയും ചെയ്യും. ഈമാൻ വർദ്ധിക്കാനുള്ള ചില കാരണങ്ങളുണ്ട്, ഈമാൻ കുറയാനുമുള്ള കാരണങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇതിൽ ഭാവിയിൽ വരും. അതായത് നമ്മുടെ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. അതിന് പ്രധാനപ്പെട്ട വിഷയം എന്താണ്? യസീദു ബിത്ത്വാഅ, ത്വാഅത്ത് കൊണ്ട്, അല്ലാഹുവിനുള്ള അനുസരണം കൊണ്ട് ഈമാൻ വർദ്ധിക്കും. വയൻഖുസു ബിൽ മഅസിയ, അല്ലാഹുവിനുള്ള ധിക്കാരം കൊണ്ട്, അല്ലാഹുവിനെ ധിക്കരിച്ച് പാപങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അത് കുറയുകയും ചെയ്യും. അപ്പൊ ഈമാൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം, അത് കൽബിൽ ഉറച്ചിട്ടുള്ള വിശ്വാസമാണ്, നാവുകൊണ്ടുള്ള പറച്ചിലാണ്, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലാണ്. അത് കൂടാൻ അള്ളാഹുവിനുള്ള അനുസരണം കാരണമാകും, അള്ളാഹുവിനോടുള്ള ധിക്കാരം അത് കുറയാനും കാരണമാകും എന്ന് ശൈഖ് പറയാണ്. ഫഹുവ യശ്മലു അഖായിദൽ ഈമാൻ വഅഖ്ലാഖഹു വഅമാലഹു, അത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ, ഒന്ന് നാം പറഞ്ഞതുപോലെ ഈമാനിലുള്ള വിശ്വാസങ്ങൾ, ഈമാനിന്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ ദൃഢമായ വിശ്വാസം. രണ്ടാമത്തേത് അഖ്ലാഖഹു, ആ ഈമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വഭാവം, അത് ഈമാനിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ സാലിഹൽ അഖ്ലാഖ് വലിൽ ഹസ്നൽ അഖ്ലാഖ്, ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും നല്ല സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്, ഏറ്റവും നല്ല സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, ഒരു മുഅ്മിൻ അവന്റെ ഈമാനിൽ പെട്ടതാണ് അവന്റെ സ്വഭാവം എന്ന് മനസ്സിലാക്കിയേ തീരൂ. അവന്റെ ഈമാനിന്റെ ഭാഗമായിരിക്കണം അവന്റെ സ്വഭാവം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖ, ഏറ്റവും പൂർണ്ണമായ ഈമാൻ, ഏറ്റവും പൂർണ്ണമായ ഈമാൻ ഉണ്ടാകുന്നത് ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടാവുമ്പോൾ, ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടാവും.
അപ്പൊ അവന്റെ വിശ്വാസം പെടും, അവന്റെ സ്വഭാവം പെടും, വഅഅമാലഹു, അവന്റെ കർമ്മങ്ങൾ, അവൻ ചെയ്യുന്ന കർമ്മങ്ങളും അവന്റെ ഈമാനിന്റെ ഭാഗമാണ്. സഹോദരൻ, നമ്മൾ നോക്കണം, ഈമാൻ എന്ന് പറഞ്ഞാല് ചില ആളുകൾക്ക് ഒരു ധാരണ, അത് കൽബിലുള്ള എന്തോ സാധനം. ചില ആളുകളോട് ചില സുന്നത്തിനെ പറ്റി പറഞ്ഞാൽ താടി വടിച്ചു കിടക്കുന്ന ആളുകൾ ഉണ്ടാവും. ഒരു വ്യക്തി ഒരിക്കലും താടി വടിച്ചു കിടക്കുക, അപ്പൊ താടികള് വളർത്തണം എന്ന് പറഞ്ഞപ്പോ തഖ്വ ഹാഹുന, തഖ്വ കൽബിലാണ് എന്ന് പറയും. ഒരു ഹദീസിന്റെ അപ്പൊ പക്ഷെ ഈമാൻ കൽബിലാണ്, ബാക്കിയൊക്കെ എന്തായാലും കുഴപ്പമില്ല എന്നുള്ള അങ്ങനെയല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസത്തിലുണ്ടാകും, അവന്റെ സ്വഭാവത്തിലുണ്ടാകും, അവന്റെ കർമ്മങ്ങളിലുണ്ടാകും. ഇതൊക്കെ നാം കേൾക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാൻ അതെങ്ങനെയാണ്, അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ആ രീതിയിൽ വേണം മനസ്സിലാക്കാൻ. ഇനി ഷെയ്ഖ് ഈമാനിന്റെ ഓരോ ഭാഗങ്ങളെ പറ്റി ചെറിയ രീതിയിൽ ഒന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന് പിന്നിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത് فالإقرار والاعتراف بما لله تعالى من الأسماء الحسنى والصفات الكاملة العليا والأفعال الناشئة عن أسمائه وصفاته. فالإقرار والاعتراف, അംഗീകരിക്കുകയും അതുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുക. ബിമാ ലില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട്. എങ്ങനെ? ബിമാ ലില്ലാഹി തആല മിനൽ അസ്മാഇൽ ഹുസ്ന വസിഫാത്തിൽ കാമിലത്തിൽ ഉല്യ, അല്ലാഹുവിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ പൂർണ്ണമായ സിഫത്തുകളെ കൊണ്ട്, വൽ അഫ്ആലി നാശിയതി അൻ അസ്മാഇഹി വസിഫാതിഹി, ആ അസ്മാവ് കൊണ്ടും സിഫാത്ത് കൊണ്ടും അല്ലാഹു തആല പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടും, ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായി സാക്ഷ്യപ്പെടുത്തി അംഗീകരിക്കുക എന്നുള്ളത്. ഇതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം, അള്ളാഹുവിലുള്ള വിശ്വാസം. ഉലമാക്കൾ പറയും അസ്ലും മിനൽ ഉസൂൽ, അടിസ്ഥാനങ്ങളുടെ അടിസ്ഥാനം, അഥവാ ഈമാനിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. നമുക്കറിയാം അർക്കാനുൽ ഈമാൻ എന്ന് പറയുന്നത് 6 കാര്യങ്ങളാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, അൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദർ, ഈ 6 കാര്യങ്ങളാണ്. എന്നാൽ ഇതിൽ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, അസ്ലും മിനൽ ഉസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അത് എങ്ങനെയായിരിക്കണം? അള്ളാഹുവിന്റെ അസ്മാവുകളിൽ, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ, അള്ളാഹുവിന്റെ അഫ്ആലുകളിൽ, ഇതിൽ യഥാർത്ഥ രൂപത്തിലായിരിക്കണം. അഥവാ ഒരു തംസീലോ തശ്ബീഹോ ഇല്ലാതെ, ഒരു സാദൃശ്യപ്പെടുത്തലോ ഒരു ഉപമ പറയലോ ഇല്ലാതെ, എന്താണോ അള്ളാഹുവും റസൂലും പറഞ്ഞത് അത് അതുപോലെ വിശ്വസിക്കുക, അത് അതുപോലെ ഉൾക്കൊള്ളുക, അതുപോലെ അംഗീകരിക്കുക എന്നുള്ളത്. കാരണം അള്ളാഹുവിനുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ബാക്കി ഓരോന്നും കിടക്കുന്നത്. ആമന റസൂൽ, അള്ളാഹു തആല പറഞ്ഞു കുല്ലുൻ ആമന ബില്ലാഹ് വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. വ മലായികതിഹി, ആ മലായികതിഹി എന്ന് പറഞ്ഞാൽ മലായികത്തുല്ലാഹ്, അള്ളാഹുവിന്റെ മലക്കുകൾ, വ കുതുബിഹി, അവന്റെ കുത്തുബുകൾ, അവന്റെ വേദഗ്രന്ഥങ്ങൾ, വ റുസുലിഹി, അവന്റെ പ്രവാചകന്മാരിൽ, ഇതെല്ലാം ചേർക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിൽ വിശ്വാസം ശരിയല്ലാത്ത ഒരുത്തനും വേറെ ഒന്നിലും വിശ്വാസം ശരിയാക്കാൻ പറ്റൂല. അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനം പറഞ്ഞ അള്ളാഹുവിൽ വിശ്വാസം. അതാണ് പറയുക അസ്മാവ് കൊണ്ടും സിഫത്ത് കൊണ്ടും. സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ വലിയൊരു അപകടമായി തീർന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ടും സിഫാത്ത് കൊണ്ടും അള്ളാഹുവിനെ മനസ്സിലാക്കിയില്ല എന്നത്, അള്ളാഹുവിനെ പഠിച്ചില്ല എന്നുള്ളത്. ഒരുപാട് അധികാരികൾ, ഒരുപാട് മതങ്ങൾ നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കും. അവിടെ പിന്നെ ഹൈന്ദവർ ഒരു വിഗ്രഹത്തിനോട് പോയി അവരുടെ ഇബാദത്ത് നിർവഹിക്കുന്നു, അവർ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ. ഇവിടെ നസാറാക്കൾ, ജൂതന്മാർ അല്ലെങ്കിൽ വേറെ കുറെ ആളുകൾ അവരെ പോലെ ചെയ്യുന്നു. അവരുടെ ഇലാഹുകളാണ് അതൊക്കെ. മുസ്ലിമീങ്ങൾ, ചില ആളുകൾ ധരിച്ചു പോകുന്നത് അതുപോലെ ഒരു മസ്ജിദിൽ വന്നിട്ട് അവരൊക്കെ ചെയ്യുന്ന പോലെ ഒരു ആരാധന ചെയ്യലാണ് ഇസ്ലാമൻ. അള്ളാഹുവിന് അവരുടെ ഇലാഹുകളെ പോലെയാണോ നമ്മുടെ റബ്ബ്? ഒരിക്കലുമല്ല. അവർ ഇബാദത്ത് ചെയ്യുന്ന വസ്തുക്കളെയോ അല്ലെങ്കിൽ ആളുകളെ പോലെയാണോ നമ്മുടെ റബ്ബ്? അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്മാവ് കൊണ്ടും അവന്റെ സിഫാത്ത് കൊണ്ടും നമുക്ക് മനസ്സിലാകുമ്പോഴാണ് അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുക. അള്ളാഹുവിനെ ആർക്കാണോ ഏറ്റവും നന്നായി അറിയുന്നത് അവനാണ് ഏറ്റവും നന്നായി അള്ളാഹുവിനെ ഭയപ്പെടാനും ഇബാദത്ത് ചെയ്യാനും പറ്റുക. അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ. വലിയ അപകടമാണത്. ആളുകള് മസ്ജിദിൽ ചെന്ന് ജീവിക്കുമ്പോ, സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഉപ്പില്ലെങ്കിൽ, പാചകം ചെയ്യുമ്പോൾ ഇടാൻ ഉപ്പില്ലെങ്കിൽ, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറൊന്ന് പൊട്ടിയാ ഓൻ അള്ളാഹിനോട് ചോദിക്കട്ടെ. ചില ആളുകൾക്ക് തോന്നും, എന്താ അള്ളാഹൻ എങ്ങനെ എത്ര വീട്ടിലിപ്പോ ഉപ്പില്ലെങ്കിൽ ഇപ്പൊ അള്ളാഹിനോട് ആൾക്ക് എത്ര വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ പോരെ അള്ളാഹ് ഇത്ര ചെറിയ ചെരുപ്പൊന്ന് വാറ് വെട്ടുമ്പോഴത്തേനും അള്ളാഹിനോട് ചോദിക്കാൻ പറയുന്നത്? സഹോദരങ്ങൾ, അങ്ങനെയല്ല.
എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും അവിടെ അള്ളാഹുവിനെ ഇടപെടുത്തുമ്പോഴാണ് ഒരുത്തിന്റെ തൗഹീദും അള്ളാഹിനെ കുറിച്ചുള്ള മഅരിഫത്തും അവന് പൂർണ്ണമാകുന്നത്. അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത്, അള്ളാഹുവിന്റെ കേൾവി, കാഴ്ച, അറിവ്, അങ്ങനെ അള്ളാഹുവിന്റെ അസ്മാവുകളും സിഫാത്തുകളും അനുസരിച്ച് അള്ളാഹുവിന്റെ അഫ്ആലുകളും ഇത് ബോധ്യപ്പെട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യുമ്പോഴാണ് ഇബാദത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റുള്ളവരൊക്കെ ഓരോ മതങ്ങളുണ്ട്, അതുപോലെ ഒരു മതമാണ് ഇസ്ലാം, മറ്റുള്ളവർക്ക് ഓരോ ഇലാഹുകളുണ്ട്, അതുപോലെ ഒരു ഇലാഹാണ് അള്ളാഹ്, സുബ്ഹാനല്ലാഹ്, അങ്ങനെ വിചാരിച്ചു പോകരുത്. അങ്ങനെ ഒരിക്കലും ഒരു മുഅ്മിൻ വിചാരിക്കരുത്. അസ്മാഉൽ ഹുസ്നയെ കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളായ ആളുകൾ പോലും ഖബറിൽ പോയി പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ മറ്റു വല്ല ഔലിയാക്കളത്ത് പോയി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. കാരണം അവർക്ക് അവരുടെ കാര്യം പറയാൻ ഒരാള്, കാര്യം ചോദിക്കാൻ ഒരാള്, ആ രീതിയിലെ ഒരു ഇലാഹിനെ കാണുന്നുള്ളൂ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അസ്മാവ് കൊണ്ടും സിഫാത്ത് കൊണ്ടും അഫ്ആൽ കൊണ്ടും നാം മനസ്സിലാക്കിയാലേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അതാണ് തൗഹീദിന്റെ രണ്ട് ഭാഗങ്ങൾ എന്ന് പറഞ്ഞത്. അതായത് ഖൽഖ്, സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം രണ്ടാണ്. ഒന്ന് ഇൽമാണ്, രണ്ട് അമലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടും വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തിന്റെ ഒന്നാമത്തേത് ഇൽമ്, അറിവുണ്ടാവണം. അതായത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഓരോന്നും അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. അല്ലാഹു തആല പറഞ്ഞു, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹ്, 7 ഭൂമികളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. അതിന്റെ ഇടയിൽ അവന്റെ കൽപ്പനകൾ, അവന്റെ തീരുമാനങ്ങൾ നടപ്പിലാകുന്നു. എന്തിനാണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം അല്ലാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നും അവന്റെ ഇൽമ് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് എന്നും. അപ്പൊ അല്ലാഹു തആല ഇതൊക്കെ സൃഷ്ടിച്ചത് എന്തിനാ? ഒന്ന് ഇൽമുണ്ടാവാനാണ്, അള്ളാഹുവിനെ കുറിച്ച് ഇൽമുണ്ടാവാൻ. രണ്ടാമത്തെ ഭാഗം അമലാണ്. സൃഷ്ടിപ്പിന്റെ മഖ്സദാണ് ഈ പറയുന്നത്. എന്തിനാണ് സൃഷ്ടിപ്പ് നടത്തുന്നത്? ഒന്നാമത്തേത് ഇൽമാണ്, രണ്ടാമത്തേത് അമൽ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അത് അമല് ചെയ്യേണ്ടതാണ്, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ജിന്നെയും മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് തൗഹീദുൽ ഇൽമി, തൗഹീദുൽ അമലി എന്ന് രണ്ട് ഭാഗമായത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അതായത് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോ ആ അറിവ് പ്രധാനമാണ്. പലപ്പോഴും വലിയ അപകടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പത്തിൽ വുളു എടുക്കാൻ പഠിപ്പിക്കും, നിസ്കാരം പഠിപ്പിക്കും, അതുപോലെ നോമ്പ് പഠിപ്പിക്കും, അതുപോലെ ഓരോ കാര്യങ്ങൾ ഇബാദത്തിന്റെ അമലിയായ വശം, തൗഹീദിന്റെ അമലിയായ വശം പഠിപ്പിക്കും. പക്ഷെ ഓരോ കുട്ടികളുടെയും ഹൃദയത്തിൽ അള്ളാഹ് ഉണ്ട് എന്നുള്ള വിശ്വാസം ചെറുപ്പത്തിൽ നമ്മൾ പഠിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ള വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമിന്റെ വിശ്വാസം, അതെങ്ങനെ മനസ്സിലാവുള്ളൂ? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, അവന്റെ സ്വന്തം ശരീരത്തിലെ സൃഷ്ടിപ്പ് അവന് ചിന്തിച്ചു വെക്കണം. അല്ലാഹു തആല സൂര്യൻ ഉദിക്കുന്നു, ചെടികൾ മുളക്കുന്നു, ചന്ദ്രൻ വരുന്നു, ശരീരത്തിൽ അവനോട് ചോദിക്കാതെ, അവനോട് പറയാതെ അവന്റെ ശരീരത്തിൽ എത്രയോ അവയവങ്ങൾ പ്രവർത്തിക്കുന്നു. ഏതൊരു മനുഷ്യനും അറിയാം ഇതൊന്നും എന്റെ നിയന്ത്രണത്തിലല്ല എന്നുള്ളത്. അവന്റെ കൈയൊന്ന് നിവർത്താൻ സാധിക്കില്ല. എത്രയോ ആളുകൾക്ക് കൈ കുഴഞ്ഞു പോകുന്നു, അവരുദ്ദേശിക്കുന്ന പോലെ കൈ നീക്കാൻ പറ്റുന്നില്ല. അവന്റെ ശരീരമാണെങ്കിൽ അവൻ ചെയ്യണ്ടേ. രാവും പകലും മാറി മാറി വരുന്നു. ഏതെങ്കിലും ഒരാൾക്ക് ഒന്ന് മാറ്റാൻ പറ്റുമോ? ഒരു ചെടി മുളപ്പിക്കാൻ ഏതെങ്കിലും ഒരാൾക്ക് പറ്റുമോ? മനുഷ്യന് പറ്റുമോ? സഹോദരങ്ങളെ, മനുഷ്യർ വിചാരിക്കും ഞാൻ എന്തോ സംഭവമാണ്, ഞാൻ വലിയ ആളാണ്. ഈ ലോകത്ത് ഒരു ചെടി മുളക്കാത്തൊരവസ്ഥ വന്നാൽ ആർക്ക് സാധിക്കും ഒരു കൊണ്ടുവരാൻ? രാവും പകലും ഇല്ലാതെ സൂര്യൻ മാത്രമായി നിന്നാൽ ആർക്ക് പകൽ കൊണ്ടുവരാൻ സാധിക്കും? ആരെ കൊണ്ട് കഴിയില്ല, ആരെ കൊണ്ട് കഴിയില്ല. അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമിയായ വശം വേണം, അതിനനുസരിച്ച് അമലിയായ വശം വേണം. നമ്മുടെ ആളുകൾക്ക് ഇബാദത്ത് എന്നാൽ വെറും അമല് മാത്രമായി ചിന്തിക്കുന്നത് കൊണ്ട് പിന്നെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന പോലെ മറ്റുള്ളവർ അമ്പലത്തിൽ പോയി, അപ്പുറത്തെ വീട്ടിലത്തെ ഒരു ഹൈന്ദവൻ അമ്പലത്തിൽ പോയി, അപ്പൊ ഞാൻ പള്ളിയിൽ പോയി. അതുപോലെ ആയിരിക്കരുത് നമ്മുടെ ഇലാഹിനെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അസ്മാഉൽ ഹുസ്ന കൊണ്ട്, സിഫാത്തുകൾ കൊണ്ട്, അഫ്ആൽ കൊണ്ട് അള്ളാഹുവിനെ പറ്റി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അതാണ് ഈമാനിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ഈമാനിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതാണ്. എന്നിട്ട് ശൈഖ് പറയാണ്, അത് ഈമാനിന്റെ ഉസ്ലുകളിൽ ഏറ്റവും വലുതാണ്. എന്നിട്ട് പറയാണ്, وكذلك الاعتراف بما لله من الحقوق الخاصة وهو تأله وتعبد لله ظاهرا وباطنا من أصول الإيمان. അത് നമ്മൾ പറഞ്ഞ വിഷയം തന്നെയാണ്. അതായത് ഒന്നാമത്തെ നമ്മൾ എന്ത് പറഞ്ഞു? അള്ളാഹിനെ കുറിച്ച് ഇൽമ ഉണ്ടാവണം. എന്നിട്ട് പറയാണ്, وكذلك الاعتراف بما لله من الحقوق والخاصة, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിട്ട് നൽകേണ്ട ഹക്കുകൾ അത് അംഗീകരിക്കുക. അതെന്തൊക്കെയാണ്? വഹുവ തഅല്ലുഹു വതഅബ്ബുദു ലില്ലാഹ് ളാഹിറൻ വബാതിന,
അള്ളാഹുവിനെ ഇലാഹായി അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ. അത് ലാഹിറായ കർമ്മങ്ങളാവാം, ബാത്തിനായ കർമ്മങ്ങളാകാം. മിൻ ഉസൂലിൽ ഈമാൻ, ഈമാനിൽപ്പെട്ടതാണ്. നാം നേരത്തെ പറഞ്ഞു ഇൽമിന്റെയും അമലിന്റെയും. ഒന്നാമത് പറഞ്ഞ അസ്മാഉൽ ഹുസ്ന സിഫാത്ത് ഇൽമിന്റെ ഭാഗമാണ്, ഇത് അമലിന്റെ ഭാഗമാണ്. എന്നൊരു ശൈഖ് പറയാണ് വൽഇഅ്തിറാഫു ബിമാ അഖ്ബറ അല്ലാഹു ബിഹി അൻ മലായികതിഹി വജുനൂദിഹി വൽമൗജൂദാത്തി السابقة واللاحقة والإخبار باليوم الآخر. അടുത്ത പറയാണ് വൽഇഅ്തിറാഫ്, അംഗീകരിക്കുക, ബിമാ അഖ്ബറ അല്ലാഹു ബിഹി അൻ മലായികതിഹി വജുനൂദിഹി, ഏത് കാര്യമാണോ, ഏതുകൊണ്ടാണ് അംഗീകരിക്കേണ്ടത്? അഖ്ബറ അല്ലാഹ്, അല്ലാഹു തആല അറിയിച്ച കാര്യങ്ങൾ, അൻ മലായികതിഹി വജുനൂദിഹി, അതായത് മലക്കുകളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ അവന്റെ സൈന്യത്തെ സംബന്ധിച്ച്, വൽ മൗജൂദാത്തി السابقة واللاحقة, മുൻകഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതും ഇനി വരാൻ പോകുന്ന കാലത്തിൽ സംഭവിച്ചതുമായി അറിയിച്ച കാര്യങ്ങൾ, സംഭവിക്കുന്നതുമായി അറിയിക്കുന്ന കാര്യങ്ങൾ, വൽ ഇഖ്ബാരി ബിൽ യൗമിൽ ആഖിർ, യൗമുൽ ആഖിറയെ സംബന്ധിച്ച് നാം അറിയിച്ച കാര്യങ്ങൾ. ഈ കാര്യങ്ങളിൽ വിശ്വാസം ഈമാനിന്റെ മറ്റൊരു ഭാഗം. കുല്ലു ഹാദാ മിൻ ഉസൂലിൽ ഈമാൻ, ഇതൊക്കെ ഉസൂലുൽ ഈമാനിൽപ്പെട്ട വിഷയങ്ങളാണ്. മലക്കുകളുടെ വിശ്വാസം ഒന്നാമത്തേത്. അള്ളാഹുവിന്റെ വിശ്വാസം നമ്മൾ പറഞ്ഞു. മലായിക്കത്തുകളുടെ വിശ്വാസം. എങ്ങനെയാണ് മലായിക്കത്തുകളുടെ വിശ്വാസം? അവരുടെ നാമങ്ങൾ എന്തൊക്കെ അറിയിച്ചു തന്നിട്ടുണ്ടോ, അവരുടെ സിഫത്തുകൾ എന്തൊക്കെ അറിയിച്ചു തന്നിട്ടുണ്ടോ, അവരുടെ എണ്ണങ്ങൾ എന്തൊക്കെ അറിയിച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തൊക്കെ മലായിക്കത്തുകളുമായിട്ട്, ഓരോ മലക്കുകളുമായിട്ടും മൊത്തമായിട്ടും എന്തൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അത് പൂർണ്ണമായും അംഗീകരിക്കുക എന്നുള്ളത്, പൂർണ്ണമായും ഉൾക്കൊള്ളുക എന്നുള്ളത്. അതുപോലെ തന്നെ വൽ ഇഖ്ബാർ ബിൽ യൗമിൽ ആഖിർ, പരലോകത്തുമായി ബന്ധപ്പെട്ട് അഥവാ മരണത്തിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് എന്ന് അറിയിച്ചു തന്നിട്ടുള്ളത് ആ കാര്യങ്ങളെ കുറിച്ചും അത് പൂർണ്ണമായി അംഗീകരിക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരാൾക്കും മലക്കുകളിൽ വിശ്വസിക്കാൻ പറ്റൂല. അള്ളാഹു വിശ്വസിക്കാത്ത ഒരാൾക്ക് മലക്കുകളിൽ വിശ്വസിക്കാൻ പറ്റൂല. ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ തന്നെയും അത് ശരിയാവുകയുമില്ല. കാരണം അള്ളാഹുവിന്റെ സൈന്യമാണ് മലക്കുകൾ. മനുഷ്യർക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല. നാം പറഞ്ഞില്ലേ, ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ ഒന്നും, എല്ലാ ഈമാനും പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കാനൊന്നും പറ്റൂല. അതായത് വേദഗ്രന്ഥം നമുക്കുണ്ട്, അതുപോലെ ചില കാര്യങ്ങൾ. എന്നാൽ പ്രധാനപ്പെട്ട അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റൂല. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അവൻ ഈ ലോകത്തിലേക്കും അവന്റെ സ്വന്തത്തിലേക്കും ഉറ്റാലോചിച്ചുകൊണ്ടല്ലാതെ അവൻ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റൂല. ഒരാൾക്കും ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കാനും പറ്റൂല. ഇരുത്തിയിട്ട് അള്ളാഹുവിന്റെ വിശ്വാസം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചാലൊന്നും പറ്റൂല. അള്ളാഹു തആല ഔദാര്യമായി നൽകണം. അപ്പൊ നാം പറഞ്ഞു അള്ളാഹുള്ളത് അതിന്റെ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു, മലായിക്കത്തുകൾ പറഞ്ഞു. എന്നിട്ട് ശൈഖ് പറയാണ് وكذلك الإيمان بجميع الرسل صلوات الله وسلامه عليهم وما وصفوا به في الكتاب والسنة من الأوصاف الحميدة. وكذلك الإيمان بجميع الرسل, എല്ലാ പ്രവാചകന്മാരിലുള്ള വിശ്വാസം, ഏതൊക്കെ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടോ അതിനുള്ള വിശ്വാസം, അതുപോലെ തന്നെ അവരെ പറ്റി എന്തൊക്കെ അറിയിച്ചിട്ടുണ്ടോ അതിലുള്ള വിശ്വാസം. ഫിൽ കിതാബി വസുന്ന മിനൽ ഔസാഫിൽ ഹമീദ, ഖുർആനിലും സുന്നത്തിലുമായിട്ട് വന്നിട്ടുള്ള എന്തൊക്കെ സിഫത്തുകളുണ്ടോ അതെല്ലാം. പ്രവാചകന്മാരുടെ വിശ്വാസം ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമിനൂ ബില്ലാഹി വറസൂലിഹി والكتاب الذي نزل على رسوله والكتاب الذي أنزل من قبل ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا. يا أيها الذين آمنوا, മുഅ്മിനീങ്ങളെ, ആമിനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുക. വൽകിതാബിൽ ലദീ നസ്സല അലാ റസൂലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. അതുപോലെ തന്നെ വൽ കിതാബിൽ ലദീ അൻസല മിൻ ഖബൽ, മുൻകാലത്ത് ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ ഫഖദ് ളല്ല ളലാലൻ ബഈദ. ആരാണോ ഇതിലൊക്കെ കുഫ്ർ കാണിച്ചത്, വിശ്വസിക്കാതെയായത്, അവൻ ഏറ്റവും വലിയ വഴിപിഴവിലാണ് എന്നുള്ളത്. അപ്പോ പ്രവാചകന്മാരുടെ വിശ്വാസം കുല്ലു ഹാദാ മിൻ ഉസൂലിൽ ഈമാൻ, ഈമാനിന്റെ ഉസൂലുകളിൽപ്പെട്ടതാണ്. എന്നിട്ട് ശൈഖ് തുടരുകയാണ് കമാ അന്ന മിൻ അഅ്ളമി ഉസൂലിൽ ഈമാൻ, ഈമാനിന്റെ ഉസൂലുകളിൽ ഏറ്റവും അഅ്ളമായ മഹത്വപരമായ കാര്യപ്പെട്ടതാണ് അൽ ഇഅ്തിറാഫു ബിൻഫിറാദില്ലാഹി ബിൽ വഹ്ദാനിയ്യ വൽ ഉലൂഹിയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വഹ്ദാനിയത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്നതിൽ, അതുപോലെ അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുകയുള്ളൂ എന്നുള്ളതിൽ അത് അംഗീകരിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ,
ഏറ്റവും ഉന്നതമായ കാര്യം എന്നുള്ളത്. വഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ഒരു പങ്കുകാരനുമില്ലാതെ. നമ്മുടെ എന്തൊരാവശ്യമുണ്ടെങ്കിലും, നമ്മുടെ എന്തൊരു സഹായത്തേട്ടമാവട്ടെ, എന്തൊരു പ്രാർത്ഥനമാവട്ടെ, എന്തൊരു തവക്കുലാവട്ടെ, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാവുക എന്നുള്ളത്. കാരണം അള്ളാഹു മാത്രമാണ് അതിന് കഴിവുള്ളവൻ എന്നുള്ളത്. അള്ളാഹു മാത്രമാണ് അതിന് കഴിവ്. എന്നിട്ട് പറഞ്ഞു വഇഖ്ലാസുദ്ദീനി ലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമായി നിഷ്കളങ്കമായി ദീനിനെ അനുസരിച്ച് ജീവിക്കുക, ദീനിനെ കൊണ്ടുപോവുക. വൽഖിയാമു ബിശറാഇൽ ഇസ്ലാമിൽ ളാഹിറ വഹഖായിഖിൽ ബാത്തിന, അതായത് ദീനിന്റെ ബാഹ്യമായ ശറഅകൾ അത് എങ്ങനെ അത് കൊണ്ട് നടക്കുക, അതുപോലെ തന്നെ ബാഹ്യമായിട്ടുള്ള ഹക്കുകൾ അത് നടപ്പിലാക്കുക. അതുകൊണ്ട് ഉദ്ദേശം അമാലുൽ ഖൽബും അമാലുൽ ബദനും ഇത് പൂർണ്ണമായി അംഗീകരിക്കുക. സഹോദരങ്ങളെ, ഈ ഈമാനിൽ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട് പറഞ്ഞ തൗഹീദാണ്. തൗഹീദ്, നഫി വ ഇസ്ബാത്ത്, അഥവാ അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് വസ്തുക്കളാവട്ടെ, ജീവനുള്ളവരാവട്ടെ, മരണപ്പെട്ടവരാവട്ടെ, എന്തോ ആവട്ടെ, അതിനെ പൂർണ്ണമായി നഫി ചെയ്യുക, നിരാകരിക്കുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇസ്ബാത്ത് സ്ഥാപിക്കുക, ഇബാദത്തിന് അർഹനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമുള്ളൂ എന്ന്. ഈ തൗഹീദ് ഏറ്റവും മഹത്തരമായ ഈമാനിന്റെ ഉസൂലുകളിൽപ്പെട്ടതാണ്. എന്നിട്ട് ഷേഖ് വീണ്ടും തുടങ്ങുകയാണ്, വലിഹാദാ റത്തബ അല്ലാഹു അലൽ ഈമാൻ ദുഖൂലൽ ജന്ന വന്നജാത മിനൻ നാർ. ഇത് അടിസ്ഥാനമായതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ ഒരു കാരണമാക്കി മാറ്റിയത്, അല്ലെങ്കിൽ ഈമാനിനോട് ബന്ധിപ്പിച്ചത് ദുഖൂലൽ ജന്ന വന്നജാത മിനൻ നാർ, സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും നരകത്തിൽ നിന്നുള്ള രക്ഷയും. സഹോദരങ്ങളെ, ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും നരകത്തിൽ നിന്നുള്ള രക്ഷയും ഈമാനിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വറത്തബ അലൈഹി, അതുപോലെ തന്നെ ഈമാനുമായി ബന്ധിപ്പിച്ച് പറഞ്ഞു റിളവാനഹു വൽ ഫലാഹ വസ്സആദ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി, അതുപോലെ സൗഭാഗ്യം, അതുപോലെ വിജയം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് ഓരോന്നും ഹദീസുകളെയും ആയത്തുകളെയും അടിസ്ഥാനത്തിൽ ശൈഖ് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് വലാ യകൂനു ദാലിക ഇല്ലാ ബിമാ ദകർനാ മിൻ ശുമൂലിഹി ലിൽ അഖാഇദി വഅഅമാലിൽ ഖുലൂബി വഅഅമാലിൽ ജവാരിഹ്. ഇത് ഒരിക്കലും എത്തിക്കാൻ പറ്റൂല. അതായത് ഈ സൗഭാഗ്യം അല്ലാഹു തആല ഈമാനുമായി ചേർത്തിയ ഈ സ്വർഗപ്രവേശനം, നരകത്തിൽ നിന്ന് രക്ഷ, അതുപോലെ അല്ലാഹുവിന്റെ തൃപ്തി, സൗഭാഗ്യം, സന്തോഷം, വിജയം, ഇതൊന്നും നമുക്ക് ലഭിക്കാൻ സാധിക്കൂല എന്തല്ലാതെ ഒരുത്തന്റെ പൂർണ്ണമായ അഖീദ ശരിയാവാതെ. വഅഅമാലുൽ ഖുലൂബി വഅഅമാലിൽ ജവാരിഹ്, അവന്റെ ഖൽബിന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ അവയവങ്ങളുടെ പ്രവർത്തനം, അതുകൊണ്ട് അതായത് വിശ്വാസവും കർമ്മവും പൂർണ്ണമായി ശരിയാവാതെ ഇത് ലഭിക്കില്ല. എന്നിട്ട് പറയാണ് ലിഅന്നഹു മതാ ഫാത ശൈഉൻ മിൻ ദാലിക് ഹസല മിൻ അൻ-നഖ്സ് വഫവാത്തി الثواب وحصول العقاب بحسبه. ആരെങ്കിലും ഇതിൽ എന്തെങ്കിലും ഒഴിവായാൽ, അതായത് ഞാൻ പറഞ്ഞു ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്, കർമ്മങ്ങളാണ്, അതിൽ സ്വഭാവങ്ങൾ പെട്ടു, ഓരോ വിഷയങ്ങളും പറഞ്ഞു. ഇതിൽ ആർക്കെങ്കിലും കുറവ് സംഭവിക്കുമ്പോൾ ഇതിൽ ഓരോന്നിനെ ഒഴിവാക്കുന്നതിനനുസരിച്ചിട്ട് ഹസല മിനൻ നഖ്സ്, അവനിൽ കുറവ് വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ പ്രതിഫലത്തിൽ കുറവ് വന്നുകൊണ്ടേയിരിക്കും. അവന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ അവന്റെ ശിക്ഷ അത് അവൻ ചെയ്ത ആ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത്. സഹോദരങ്ങളെ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ശൈഖ് പറഞ്ഞു വരുന്നത് നമ്മുടെ വിശ്വാസവും അതിന്റെ കർമ്മങ്ങളും എല്ലാം ഉൾപ്പെട്ടു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബകൾ ചോദിച്ചു, അൻ അക്സരിമാ യദ്ഖുലുൻ നാസ് ബിൽ ജന്ന, ജനങ്ങളെ അധിക പേരെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് ചോദിച്ചു. എന്ത് കാരണം കൊണ്ടാണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുലുഖ്, അല്ലാഹുവിലുള്ള തഖ്വ, അതുപോലെ സൽസ്വഭാവം എന്നുള്ളത്. സ്വന്തം ആലോചിച്ച് നോക്കും. അള്ളാഹുവിനുള്ള തഖ്വ പറഞ്ഞ തൗഹീദും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നു. ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട സ്വഭാവങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും. ഈ രണ്ട് കാര്യങ്ങളാണ് സ്വർഗപ്രവേശന കാരണമാകുന്നത്. അപ്പൊ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയും തന്റെ മറ്റുള്ളവരുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാകും. ചില ആളുകൾക്ക് ധാരണ കുറെ നിസ്കരിക്കുന്നവൻ, കുറെ നോമ്പ് നോൽക്കുന്നവൻ, അങ്ങനെ കുറെ ഖുർആൻ ഓതുന്നവൻ അവൻ മാത്രമാണ് മുഅ്മിൻ എന്നല്ല. ഇത് രണ്ടും ഒരുമിച്ച് എങ്ങനെ ഒരുത്തൻ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വിഷയം.
ചില ആളുകൾ ഈ ദീനിന്റെ പേരും പറഞ്ഞ് കുടുംബബന്ധം വിച്ഛേദിക്കുന്ന അവസ്ഥ. അതായത് കുടുംബബന്ധം വിച്ഛേദിക്കാതെ കുടുംബത്തിനോടുള്ള ഹക്ക് നിർവഹിക്കാത്ത അവസ്ഥ, ഉമ്മാനോടുള്ള കടമകള്. ചിലപ്പോ ഉമ്മ അവൻ മനസ്സിലാക്കിയ ആദർശമോ മനസ്സിലാക്കിയ മനഹജോ ഒന്നാവൂല. അതിന്റെ പേരില് ഉമ്മാനോട് വേറൊരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഉപ്പാനോട് വേറൊന്ന്, കുടുംബക്കാരോട് വേറൊന്നു. അത് ആ പരിധിയിൽ നിന്നുകൊണ്ട് അവരോടുള്ള ഹക്കുകൾ വീട്ടണം. ഉമ്മ അല്ലാതാവൂലല്ലോ. ഉമ്മ വാപ്പയാവൂല, സഹോദരങ്ങൾ, ബാക്കിയുള്ളവർ, അവരോടുള്ള ഹക്കുകൾ വീട്ടാൻ അവൻ പരിശ്രമിക്കണം. അവന്റെ സ്വഭാവം കണ്ടിട്ട് അവൻ മുഅ്മിനാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സ്വഭാവം കണ്ടിട്ട്. അതാണ് ഓരോ അമലിനനുസരിച്ച് ഈമാനിന്റെ ദറജകൾ ഉയർന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു തആല പറഞ്ഞില്ലേ, വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലു വലിയുവഫിയഹും അഅമാലഹും വഹും ലാ യുദ്ലമൂൻ. അവര് പ്രവർത്തിച്ചതിന്റെ ഫലമായി ദറജകൾ ഉണ്ടാകും. അവിടെ പരലോകത്ത് സ്വർഗത്തിൽ ദറജകൾ ഉണ്ടാകും. അവര് പ്രവർത്തിച്ചതൊന്നും അവർക്ക് നഷ്ടമാകില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കാൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ ശൈഖ് റഹിമഹുല്ലാഹ് ഓരോ ഈമാനിന്റെ ഭാഗങ്ങളെ പറ്റി പറയാൻ. بل أخبر الله تعالى أن الإيمان المطلق تنال به أرفع المقامات في الدنيا وعلى المنازل في الآخرة. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചിട്ടുണ്ട്, ഈമാൻ, നാം ഈ പറയുന്ന ഈമാൻ, അതാണ് നാളെ പരലോകത്തിൽ ഉന്നതമായ ദറജ കൊണ്ടുവരുന്നതും ദുനിയാവിൽ ഉന്നതമായ സ്ഥാനത്തിലേക്ക് ഒരുത്തനെ എത്തിക്കുന്നു. ദുനിയാവിൽ ഒരുത്തൻ ഉയരണമെങ്കിൽ, ആളുകളുടെ ഹൃദയത്തിൽ അവന് ബഹുമാനം ഉണ്ടാവണമെങ്കിൽ, ആളുകളുടെ ഹൃദയത്തിൽ അവനോട് ഇഷ്ടമുണ്ടാവണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടണം. അല്ലാഹു തആല ഇഷ്ടപ്പെടണമെങ്കിൽ അവന്റെ ഈമാൻ സ്വഹീഹായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് കൊടുക്കുകയാണ്. ഫഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ. വല്ലദീന ആമനൂ ബില്ലാഹ്, ആരാണോ അല്ലാഹു വിശ്വസിക്കുന്നത്, വറുസുലിഹി, അവന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നത്, ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ, അവരാണ് സിദ്ദീഖീങ്ങൾ, സിദ്ഖുള്ളവർ, സത്യസന്ധർ, അവരാണ് അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവർ എന്നുള്ളത്. സഹോദരങ്ങളെ, സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ നബിമാർക്ക് ശേഷമുള്ള ഏറ്റവും ഉന്നതമായ ദറജയാണ് അസ്സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിനെ റസൂലിനെയും അനുസരിക്കുന്നവർ അല്ലാഹു തആല നിഅമത്ത് ചൊരിഞ്ഞവരുടെ കൂടെയായിരിക്കും. ഒന്നാമത് പറഞ്ഞു നബിമാർ, രണ്ടാമത് പറഞ്ഞു സിദ്ദീഖീങ്ങൾ. സഹോദരങ്ങളെ, സിദ്ദീഖ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? അള്ളാഹുവിലും പ്രവാചകന്മാരിലും അള്ളാഹു അറിയിച്ച കാര്യങ്ങൾ, പ്രവാചകന്മാർ അറിയിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ള, അഥവാ നമ്മുടെ റസൂൽ അയച്ചിട്ടുള്ള പൂർണ്ണമായ കാര്യത്തിലുള്ള സിദ്ഖ്. പലപ്പോഴും നമ്മളിതൊക്കെ കേൾക്കും, ഇങ്ങനെ ആയത്തുണ്ട്, ഇങ്ങനെ ഹദീസ് ഉണ്ട്, ഇതൊക്കെ കേൾക്കും. നമുക്ക് മനസ്സിലാവൂല നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത്. അധികം ആളുകൾക്കും പറ്റുന്ന വിഷയം അതാ. ദീന് കുറെ കേൾക്കുന്നുണ്ടാവും, കുറെ പഠിക്കുന്നുണ്ടാവും, ആയത്തുകൾ കേൾക്കുന്നുണ്ടാവും, ഹദീസ് ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ വന്ന ഇതെങ്ങനെ കാണിക്കണമെന്ന് പലർക്കും അറിയില്ല. സഹോദരങ്ങളെ, ഇവിടെ സിദ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചിലപ്പോ നാം പറഞ്ഞില്ലേ, ചില ഹദീസുകൾ അത് നമ്മുടെ ജീവിതത്തിൽ അമല് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന്, നാം ഒരു തിരക്കിൽ വിട്ടു വിചാരിക്കുക, നമ്മൾ തിരക്കപ്പെട്ട് ഒരു വിഷയം ചെയ്യാന്ന് വിചാരിക്കുക. ആ സമയത്തായിരിക്കും ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തോ ഒരു അത്യാവശ്യമുള്ള ജോലി ചെയ്യാം. അപ്പൊ നമ്മുടെ മനസ്സിൽ അതിഥി വന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ ചിലപ്പോ ഭയങ്കരമായിട്ടുള്ള അതിഥിയോട് ചിലപ്പോ മോശമായി പെരുമാറണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആ രീതിയിൽ ഒരു പരിഗണിക്കാത്ത അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ ഇതാക്കും. നമ്മൾ തിരക്കപ്പെട്ടു എന്നല്ല, വേറെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂട്ടുക, ഒരു ഉദാഹരണം പറഞ്ഞത്. പക്ഷേ ഒരു മുഅ്മിനപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായിരിക്കും എന്നറിയോ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫ. അല്ലാഹുവിലും പരലോകത്തിൽ വിശ്വസിക്കുന്നവൻ അവന്റെ അതിഥിയെ ഇക്റാം ചെയ്യും, അതിഥിയെ ബഹുമാനിക്കും, അതിഥിയെ ആദരിക്കും. അതായത് നമ്മുടെ ജീവിതത്തിൽ വരും ഇതുപോലുള്ള സന്ദർഭങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരും. ഓരോ ഹദീസിന്റെയും ഓരോ ആയത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അവിടെ ആരാണോ ഈ ആയത്തിനെയും ഹദീസിനെയും സത്യപ്പെടുത്തുന്നത്, അവിടെയാണ് സിദ്ഖ് കിടക്കുന്നത്. ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിൽ ഇത് കാണാതെ പഠിച്ചു, ഇത് വേറെ കേട്ടു, അത് കഴിഞ്ഞു പോയി, നമുക്കതൊന്നും ബാധകമല്ല, നമുക്കതൊന്നും ബാധിക്കാൻ വരുന്നില്ല. നമുക്ക് സിദ്ഖ് കാണിക്കേണ്ട ഓരോ സാഹചര്യങ്ങൾ അല്ലാഹു തആല ജീവിതത്തിൽ കൊണ്ടുവന്നു വരും. അത് കുടുംബത്തിലാവും, കച്ചവടത്തിലാവും, സുഹൃത്തുക്കളുടെ ഇടയിലാവും, നമ്മുടെ സംസാരത്തിലാവും, നമ്മുടെ ആരോഗ്യത്തിലാവും, പല മേഖലയിലും ഉണ്ടാവും. ഓരോരുത്തരുടെ അളവനുസരിച്ച് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മുടെ പ്രശ്നം. ഇത്
അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ സിദ്ഖ് കാണിക്കാൻ, ഇഖ്ലാസ് കാണിക്കാൻ, ഓരോന്നിനും അള്ളാഹു തആലക്ക് പരീക്ഷണം എന്ന് പറഞ്ഞ എന്തിനാ? നമുക്ക് പരീക്ഷണം തന്നെ മനസ്സിലായിട്ടില്ല. പരീക്ഷണം എന്ന് പറഞ്ഞ നമ്മളിൽ ആരാണ് സിദ്ദീഖീങ്ങൾ, ആരാണ് കദ്ദാബ്, കളവ് കാദിബീങ്ങൾ ആരാണെന്ന് വേർതിരിക്കാനാണ്. ആരാണ് സിദ്ഖ് കാണിക്കുന്നവർ, ആരാണ് കദിബ് കാണിക്കുന്നവർ എന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഇത് വരും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആലോചിച്ച് നോക്കി. ആരാണോ അള്ളാഹുവിൽ ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിൽ, അള്ളാഹുവിന്റെ ഓരോ കഴിവിലും ഓരോ ഘട്ടത്തിലും, നാം ഉദാഹരണങ്ങൾ കൂടുതൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ നാമം അള്ളാഹ് റസ്സാഖാണ്, അള്ളാഹു തആല സമീആണ്, അള്ളാഹു തആല ബസീറാണ്. ഒരുത്തന് കച്ചവടത്തിലൊരു വിഷയം വരുമ്പോ അള്ളാഹ് റസ്സാഖാന്ന് മനസ്സിലാക്കുമ്പോ, അള്ളാഹു തആല ആരുമില്ലാത്തൊരു സമയത്ത് എന്തെങ്കിലും ഒരു സംസാരം ഹറാമ് സംസാരിക്കാൻ കിട്ടിയിട്ട് അള്ളാഹ് സമീആണ്, അള്ളാഹ് ബസീറാണ്, അള്ളാഹ് കേൾക്കും, അള്ളാഹ് കാണും, അതറിഞ്ഞിട്ട് അത് ഒഴിവാക്കുന്നവൻ. അള്ളാഹുവിന്റെ ഇൽമ് അത് പ്രതീക്ഷിച്ച് ഞാൻ ഏത് കൂരാകൂരിട്ടായെങ്കിലും അള്ളാഹ് അറിയും, അള്ളാഹിന്റെ ഇൽമ് അത്ര വ്യാപ്തിയുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു തിന്മയെന്ന് മാറുമ്പോ, അല്ലെങ്കിൽ ഓരോ ഭാഗത്ത് ഇതാണ് അള്ളാഹുലുള്ള ഈമാൻ എന്ന് പറഞ്ഞ, ഇതാണ് അള്ളാഹുലുള്ള ഈമാൻ എന്ന് പറഞ്ഞ. ഇത് കാണാതെ പഠിക്കേണ്ടതല്ല, ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. അതുപോലെ റസൂലിൽ അഥവാ റസൂല് പറഞ്ഞു തന്ന ഓരോ വിഷയങ്ങളിൽ, ഓരോ ഹദീസുകളിൽ, സഹീഹായി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഹദീസുകളിൽ, അതിന്റെ ഓരോ മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിൽ വരുമ്പോ അതിൽ യഥാർത്ഥത്തിൽ വിശ്വാസം കാണിക്കുമ്പോ അവരാണ് സിദ്ദീഖീങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? ഇസ്രാ മിഅ്റാജ് പോയി, മുഹമ്മദ് അങ്ങനെ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. പിന്നെ അവിടെ വേറെ ചർച്ച വർത്താനൊന്നുമില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, അതങ്ങനെ തന്നെ. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വരെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണല്ലേ. അതുപോലെ മുമ്പ് പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫീ ഔനി അഖി. ഒരു അടിമയെ അള്ളാഹ് സഹായിച്ചു കൊണ്ടേയിരിക്കും, എത്രത്തോളം അവന്റെ സഹോദരനെ സഹായിക്കുന്നു എന്ന അളവനുസരിച്ചിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, ആ ഹദീസിലുള്ള ഈമാൻ, ആ അള്ളാഹുവിന്റെ കഴിവിലുള്ള ഈമാൻ നമ്മൾ ജീവിതത്തിൽ തെളിയിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരനും നമുക്കും ഒരുപോലെ ആവശ്യം വരികയും ആ സഹോദരന്റെ ആവശ്യം നമ്മുടെ ആവശ്യത്തിനേക്കാൾ മുകളിലായിട്ട് നാം പൂർത്തീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ പറ്റും, അള്ളാഹുവിന്റെ സഹായം വന്നെത്തുന്നത്. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഇത് കാണാതെ പഠിച്ചുകൊണ്ട് നടക്കൂല, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് നടക്കുള്ളൂ. ഇവിടെ പറഞ്ഞു സിദ്ദീഖീങ്ങൾ, നബിമാർക്ക് ശേഷം ഏറ്റവും ഉന്നതമായ ദർജയിലുള്ള ആളുകൾ. ഷെയ്ഖ് പറയാണ്, ഹും അഅലൽ ഖൽഖി ദറജതൻ ബഅദ ദറജത്തിൽ അംബിയാഇ ഫിദ് ദുനിയ വഫീ മനാസിൽ ഫിൽ ആഖിറ. സിദ്ദീഖീങ്ങൾ ഉന്നതമായ ദർജ, നബിമാർക്ക് ശേഷമുള്ള ഏറ്റവും ഉന്നതമായ ദർജ ദുനിയാവിലും നാളെ പരലോകത്തും. സിദ്ദീഖീങ്ങൾ സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് സിദ്ദീഖ് ഉണ്ടാവണം. ഓരോ ഘട്ടത്തിലും നമുക്ക് കിട്ടിയ ഇൽമനുസരിച്ചിട്ട് ജീവിതത്തിന്റെ ചെറിയ പരീക്ഷണങ്ങളാവും നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യമായിരിക്കും, വളരെ നിസ്സാരമായിട്ട് കാണുന്ന കാര്യം. ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും തിരക്ക് പിടിച്ചിരിക്കണം, നമ്മുടെ ചെറിയ കുട്ടി വന്നിട്ട് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ആ കുട്ടിത്വത്തിന്റെ ഭാഗമായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായ ദേഷ്യം വന്നാൽ കുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ ആലോചിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യർഹം സഗീറന വലം യഅരിഫ് ഹഖ്ക കബീരിന. ചില സമയത്ത് നമ്മൾ ബസ്സിൽ പോയിരിക്കും, അപ്പൊ നമ്മൾ തന്നെ ഒന്ന് ക്ഷീണിച്ചിട്ട് ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോഴാവും പ്രായമായിട്ടുള്ള ഒരാൾ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, എന്തെങ്കിലും സീറ്റ് ഇട്ടാ നിൽക്കും. അപ്പൊ നമ്മൾ എണീറ്റ് കൊടുക്കേണ്ടി വെച്ചിട്ട് നമ്മളിങ്ങനെ ഉറങ്ങണ പോലെ കാണിക്കും, നമ്മൾ എണീറ്റ് കൊടുക്കണ്ടല്ലോ വെച്ചിട്ട്. വല്ലം യഅരിഫ് ഹഖ്ക കബീരിന, കുട്ടികൾക്കോട് കാരുണ്യവും പ്രായമായവരുടെ ഹക്കും മനസ്സിലാക്കാത്തവൻ ഫലൈസ മിന്ന, എന്നിൽപ്പെട്ടവനല്ല, നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരുത്തണ്ടാണ് വിശ്വാസം തരുക, പ്രായമുള്ള ഞാനിപ്പോ ഇദ്ദേഹത്തിന് എഴുന്നേറ്റ് കൊടുത്താൽ ഇതിനേക്കാൾ നല്ല സ്ഥാനം അള്ള എനിക്ക് പകരം തരാൻ അള്ള കഴിവുള്ളവരാണ്. ചിലപ്പോ ബസ് മൊത്തം കാര്യമായിട്ട് കടന്നുറങ്ങി പോകാനുള്ള അവസ്ഥ വരെ അള്ള ഉണ്ടാക്കി തരും. നമുക്ക് എന്താണ്, നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. നമുക്ക് അള്ളാനെ കേട്ട്, ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ ഇലാഹുകളെ പോലെ എന്തോ ഒരു ചെയ്യേണ്ട ഒരു സാധനമാണ് അള്ളാഹ് എന്നുള്ള നിലക്ക് അള്ളാന്റെ അസ്മാഉൽ ഹുസ്നയോണ്ട് സിഫത്തുകൊണ്ട് അഫ്ആലുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും തന്നെ ഇല്ല. അതിന്റെ അപകടമാണിത്, ഇതിന്റെ അപകടമാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വഖബറ ഫീ ഹാദിഹി ആയ, അല്ലാഹു തആല ഈ ആയത്തിൽ അറിയിച്ചു, അന്ന മൻ ഹഖഖൽ ഈമാന ബിഹി വബിറസൂലിഹി നാല ഹാദിഹി ദറജ. ആരാണോ അള്ളാഹുവിലും അവന്റെ പ്രവാചകന്മാരിലുമുള്ള ഈമാൻ തഹ്ഖീഖ് ചെയ്യുന്നത്, അത് സാക്ഷാത്കരിക്കുന്നത്, അവന് ഈ സിദ്ദീഖീങ്ങളുടെ ദർജയിൽ എത്താൻ സാധിക്കും. അവന് ഈ സിദ്ദീഖീങ്ങളുടെ ദർജയിൽ എത്താൻ സാധിക്കും, പ്രവാചകന്മാർക്ക് തൊട്ടു ശേഷമുള്ളത്. ഈ ആയത്തിനെ ഒന്നുകൂടി വ്യക്തമാക്കുന്ന, ഒന്നുകൂടി വിശദീകരിച്ചിരുന്ന ഒരു ഹദീസിനെ ഷെയ്ഖ് കൊടുക്കുകയാണ്. മാ സബത ഫീ സഹീഹൈൻ,
സഹീഹായി വന്നിട്ടുള്ള അഥവാ മുത്തഫഖുൻ അലൈഹി ആയിട്ട് സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും സഹീഹൈൻ എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നാം മനസ്സിലാക്കണം അതെന്താണ് ഉദ്ദേശിക്കുന്നത്. സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണ്, അല്ലെങ്കിൽ മുത്തഫഖുൻ അലൈഹി എന്ന് പറയും. അതിന് സഹീഹൈൻ എന്ന് പിന്നെ മുഹദ്ദിസുകളും ഹദീസിന്റെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹ്ലൽ ജന്നതി ലയതറാഔന അഹ്ലൽ ഗുറഫി ഫിൽ ജന്ന കമാ തറാഔന അൽ കൗകബ അശ്ശർഖിയ്യ ഔ അൽ ഗറബിയ്യ ഫിൽ ഉഫുഖ് ലിതഫാദുലി ബൈനഹും. ഇന്ന അഹ്ലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടന്ന ആളുകൾ ലയതറാഔന അഹ്ലൽ ഗുറഫി ഫിൽ ജന്ന, അവര് അഹ്ലുൽ ഗുറഫ്, സ്വർഗ്ഗത്തിലെ അഹ്ലുൽ ഗുറഫ്, അതായത് ആകാശത്ത് ഏറ്റവും മുകളിലുള്ള ദർജയാണ്, അവിടെയുള്ളവരെ അവർ പരസ്പരം കാണും. കമാ തറാഔന അൽ കൗകബ അശ്ശർഖിയ്യ ഔ അൽ ഗറബിയ്യ, ആകാശത്ത് നോക്കുമ്പോൾ കിഴക്കും പടിഞ്ഞാറുമുള്ള നക്ഷത്രങ്ങളെ കാണുന്ന പോലെ, ഒരു തിളക്കം കാണുന്നത് പോലെ സ്വർഗത്തിന്റെ താഴെ ദർജയിലുള്ളവർ മുകളിലുള്ളവരെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഫിൽ ഉഫുഖ്, മുകളിലായിട്ട്. ലിതഫാദുലി മാ ബൈനഹും, അവര് പരസ്പരമുള്ള ശ്രേഷ്ഠത കാരണം. എന്തിനാ ശ്രേഷ്ഠത? ഫിൽ ഈമാൻ, ഈമാനിൽ അവരുടെ, നമ്മൾ പറഞ്ഞതിൽ ഓരോ ദർജകളുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതുപോലെ ദർജകൾ കാരണം ഉയർന്ന ആ അവസ്ഥയിൽ താഴേക്കിടയിലുള്ള സ്വർഗത്തിൽ ഒരുപാട് ദർജകളുണ്ട്. താഴെയുള്ളവര് ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ അവരെങ്ങനെ കാണും. അപ്പൊ ഇത് കേട്ടപ്പോ സഹാബാക്കള് മനസ്സിലാക്കിയത് എന്താണ്? അത് നബിമാരാരെങ്കിലും ഒക്കെ ആയിരിക്കും ഉന്നതമായ ദർജ. ഫഖാലു, സഹാബാക്കള് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തിൽക മനാസിലുൽ അംബിയാഇ ലാ യബ്ലുഗുഹാ ഗൈറു, അത് പിന്നെ അമ്പിയാക്കളുടെ സ്ഥാനല്ലേ, നബിമാരുടെ സ്ഥാനല്ലേ, മറ്റൊരാൾക്ക് അതൊന്നും കിട്ടൂലല്ലോ. അതായത് സ്വർഗത്തിൽ കടന്ന ആളുകൾ മേലെ കാണുക, അപ്പൊ അത് നബിമാരായിരിക്കും. നബിമാരാണ് ശ്രേഷ്ഠരായിട്ടുള്ള പിന്നെ സൃഷ്ടികളിൽ മനുഷ്യരെ ഏറ്റവും ശ്രേഷ്ഠ അമ്പിയാക്കളാണ്. അങ്ങനെയല്ലേ ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ബല, അങ്ങനെയല്ല, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അഥവാ അല്ലാഹുവാണ് സത്യം. റിജാലുൻ ആമനൂ ബില്ലാഹ് വസദ്ദഖുൽ മുർസലീൻ, അത് ചില ആളുകളാണ്, അവർ അല്ലാഹുവിൽ വിശ്വസിച്ചവർ, മുർസലീങ്ങളെ സത്യപ്പെടുത്തിയവർ. അൽ ഈമാനു ബില്ലാഹ് വസദ്ദഖു അൽ മുർസലീൻ, അല്ലാഹുവിൽ ഈമാനുള്ളവരും മുർസലീങ്ങളെ സത്യപ്പെടുത്തിയവരും. സഹോദരങ്ങളെ, നാം പറഞ്ഞല്ലോ അല്ലാഹുവിലുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ ശൈഖ് ആദ്യം പറഞ്ഞതുപോലെ അതിലേറ്റവും അസ്ല് അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്തിലുള്ളതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം തെളിയിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ഖ് പഠിപ്പിച്ചു തന്ന ഓരോ ഹദീസുകളിലെയും ഓരോ കാര്യങ്ങളെയും ജീവിതത്തിൽ വരുമ്പോൾ അത് പകർത്തിക്കൊണ്ടിട്ടുള്ള സിദ്ഖ്, ഈ രണ്ട് കാര്യങ്ങളുള്ളവർക്ക് നാളെ അഹ്ലുൽ ഖുറഫ്, സ്വർഗത്തിലെ ഉന്നതമായ ദർജയിൽ, സാധാരണ ഈമാനിന്റെ അവസ്ഥയിൽ കുറഞ്ഞ ആളുകൾ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നവരായിട്ട് അവരെ കാണും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല നമുക്ക് ആ ദർജ എത്തിക്കുമാറാകട്ടെ. ഒന്ന് ശൈഖ് പറയാണ്, വഈമാനുഹും ബില്ലാഹി വതസ്ദീഖുഹും ലിൽ മുർസലീൻ, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് അള്ളാഹുവിലുള്ള ഈമാൻ, അവർക്ക് അതിന് കാരണം ആ സ്ഥാനത്തിന്. പിന്നെ രണ്ടാമത്തേത് തസ്ദീഖുൽ ലിൽ മുർസലീൻ, മുർസലീങ്ങളെ സത്യപ്പെടുത്തി. എന്നിട്ട് ശൈഖ് പറയാൻ, ഫീ ളാഹിരിഹിം വബാതിനിഹിം, ആ അള്ളാഹുവിലുള്ള വിശ്വാസവും ആ സത്യപ്പെടുത്തലും എങ്ങനെയാണ്? ഫീ ളാഹിരിഹിം, ബാഹ്യമായിക്കൊണ്ടും, വബാതിനിഹിം, ആന്തരികമായിക്കൊണ്ടും, ഫീ അഖായിദിഹിം വഅഖ്ലാഖിഹിം വഅഅമാലിഹിം, അവരുടെ വിശ്വാസത്തിൽ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ കർമ്മങ്ങളിൽ, വഫീ കമാലി ത്വാഅതിഹിം ലില്ലാഹി വലിറസൂലിഹി, പൂർണ്ണമായ അനുസരണത്തിൽ, അള്ളാഹുവിനും റസൂലുകൾക്കുമുള്ള പൂർണ്ണമായ അനുസരണത്തിൽ. മൂന്ന് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ഒന്ന് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുമുള്ള ഈ കാര്യങ്ങൾ. ഇപ്പൊ അതായത് അള്ളാഹുവിനുള്ള ഈമാനും പ്രവാചകന്മാരെ സത്യപ്പെടുത്തലും ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ഉണ്ടാവണം. അതുപോലെ വിശ്വാസത്തിൽ ഉണ്ടാവണം, സ്വഭാവത്തിൽ ഉണ്ടാവണം, കർമ്മങ്ങളിൽ ഉണ്ടാവണം. പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു, നമ്മള് ചെറുപ്പം മുതലേ ഈമാൻ 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 എന്ന് കേട്ടുപഠിച്ചിട്ട് ഈമാനിന്റെ വ്യാപ്തിയും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അത് വരുന്നുണ്ട് എന്നുള്ള ആ ഒരു വിശാലത ഇൻഷാ അല്ലാഹ് ഇത് ഈ കിതാബിൽ വളരെ മനോഹരമായിട്ട് ഷെയ്ഖ് പറയുന്നുണ്ട്. മനസ്സിലാക്കാൻ തൗഫീഖ് ലഭിച്ചവർക്ക് അല്ലാഹു തആല മനസ്സിലാക്കി കൊടുക്കും. അത് ആ ആഴത്തിൽ നമ്മൾ ചിന്തിക്കണം. ഇതിനാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, ഇതിന്റെ തഹ്ഖീഖിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ, സ്വഭാവത്തിൽ, കർമ്മത്തിൽ, അതുപോലെ പൂർണ്ണമായ അള്ളാഹുവിനും റസൂലിനുമുള്ള ത്വാഅത്തിൽ. ഫഖിയാമുഹും ബിഹാദിഹിൽ ഉമൂർ ബിഹി യതഹഖഖു ഈമാനുഹും ബില്ലാഹി വതസ്ദീഖുഹും ലിൽ മുർസലീൻ. ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കുമ്പോ അവൻ അള്ളാഹുവിലുള്ള ഈമാനും പ്രവാചകന്മാരുള്ള സിദ്ഖും തഹ്ഖീഖ് ചെയ്യും.
അതായത് സാക്ഷാത്കരിക്കും. നമ്മൾ ഈ പറഞ്ഞ വാഹിറായിക്കൊണ്ട് ബാത്തിനായിക്കൊണ്ട് സ്വഭാവത്തിലും കർമ്മത്തിലും വിശ്വാസത്തിലും അനുസരണത്തിലും എല്ലാം പൂർണ്ണമായിട്ട് ഈമാനു ബില്ലാഹ് വ റസൂലി നമ്മൾ പാലിക്കുമ്പോ ഈ തഹ്ഖീഖ്, ഈ ഈമാൻ നമുക്ക് തഹ്ഖീഖ് ചെയ്യാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് പിന്നെ ബാക്കി നമുക്ക് അടുത്ത ദർസിൽ ഇതിന്റെ ബാക്കി തുടരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ വ്യാഴാഴ്ചയും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇവിടെ ഖുർആന്റെ തഫ്സീർ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചു. അപ്പൊ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിന്റെ കലാമ് പഠിക്കുക എന്നുള്ളത് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയാനും എല്ലാം ഉപകാരപ്പെടുന്നതാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കുക.